ദൈവതിരുനാമം വാഴ്ത്തപ്പെടട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ പകൽ യോഗത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. परमेश्वर के नाम की महिमा हो। आज सुबह के इस मीटिंग के लिए मैं पिता परमेश्वर का धन्यवाद देता हूँ। ഈ യോഗത്തിന്റെ അധ്യക്ഷൻ പാസ്റ്റർ റിജി എബ്രഹാം, इस सभा के अध्यक्ष पास्टर रिजी अब्राहम, PFAയുടെ ബഹുമാന്യനായ പ്രസിഡന്റ് പാസ്റ്റർ ബ്ലസൻ വർഗീസ്, സെക്രട്ടറി ബ്രദർ പ്രിൻസൻ ചാക്കോ, PFA के प्रेसिडेंट आदरणीय पास्टर ब्लसन वर्गीस और सेक्रेटरी ब्रदर प्रिंसन चाको, ഈ പ്രാദേശിക സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന ബഹുമാന്യനായ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ RENU P. യോഹന്നാൻ, और स्थानीय कलीसिया के पासबान पास्टर RENU P. യോഹന്നാൻ, അദ്ദേഹത്തിൻ്റെ വൈഫ് സിസ്റ്റർ മിനിയോൺ RENU എൻ്റെ സഹപാഠിയാണ്. ദീർഘവർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു ആത്മീക കൂട്ടായ്മ ഒരുമിച്ച് ദൈവം തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. और उनकी प्रिय पत्नी सिस्टर रेनू जो मेरे से काफ़ी उनकी जान पहचान है, काफ़ी समय पश्चात उनके साथ संगति करने के लिए प्रभु ने मौका दिया। എൻ്റെ സന്ദേശം പരിഭാഷപ്പെടുത്തുന്ന ബഹുമാന്യനായ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോൺ തോമസ്, മറ്റ് ബഹുമാന്യരും ആദരണീയരുമായ കർത്താവിൻ്റെ ദാസന്മാർ, മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, അനുഗ്രഹിക്കപ്പെട്ട സംഗീത ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുത്ത സഹോദരങ്ങൾ, എല്ലാവർക്കും കർത്താവും രക്ഷിതാവുമായ യേശുവിൻ്റെ വന്യപരിശുദ്ധ നാമത്തിൽ എൻ്റെ വിനീതമായ വന്ദനം അറിയിക്കുന്നു. यहाँ पर उपस्थित हर एक माता पिता, भाई बहन, बच्चों को प्रभु यीशु मसीह के मधुर नाम में अभिवादन देता हूं। സന്തോഷത്തോടെ നമ്മുടെ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം आनंद के ചെയ്യാം. साथ अपने हाथों को उठाकर हम परमेश्वर पिता की महिमा करें। हालेलुया। ഇന്നലെ നമ്മൾ വായിച്ച വേദഭാഗത്തേക്ക് നമുക്ക് മടങ്ങി വരാം. कल रात को जो हमने वचन पढ़ा था उस भाग में मैं आपका ध्यान ले जाना കൊലോസ്യ चाहता हूं। ലേഖനം 4-ാം അധ്യായം അതിന്റെ 12-13 വാക്യങ്ങൾ. कुलुस्यों की पत्री उसका 4था अध्याय उसकी 12वीं और 13वीं आयत। ആരെങ്കിലും മലയാളത്തിലൊന്ന് വായിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു. കൊലോസ്യ ലേഖനം 4-ാം അധ്യായം 12-13 വാക്യങ്ങൾ. कुलुस्यों की पत्री 4था अध्याय उसकी 12वीं और 13वीं आयत। यदि कोई മതി, വളരെ നന്ദി. इपफ्रास जो तुम में से है और मसीह यीशु का दास है, तुम्हें नमस्कार कहता है कि सदा तुम्हारे लिए प्रार्थनाओं में प्रयत्न करता है ताकि तुम सिद्ध होकर पूर्ण विश्वास के साथ परमेश्वर की इच्छा पर स्थिर रहो। ആമേൻ. आमेन। ഇന്നലെ നമ്മൾ കൊലോസിയ സഭ സ്ഥാപിതമായതിനെ സംബന്ധിച്ച് ഒരു ഹ്രസ്വ പഠനം നടത്തി. और कल के सुबह की मीटिंग में हमने कुलिसिया में जो कलीसिया स्थापित थी उसके बारे में हमने देखा। കൊലോസിയ, ലവോദിക്യ, ഹിയറപ്പോലിസ് ഈ 3 സഭകളുടെ സ്ഥാപകനാണ് എപ്പഫ്രാസ് എന്നും, और कुलुसिया, लौदीकिया और हियरापुलिस ये तीनों कलीसिया का जो संस्थापक है वो है इपफ्रास भाई। ആ ദൈവസഭ ഒരു പ്രതിസന്ധിയെ അഭിമുഖീകരിച്ചപ്പോൾ അതിന് പരിഹാരം എന്ന വണ്ണം റോമിൽ വീട്ടുതടങ്കലിൽ കിടക്കുന്ന പൗലോസിന്റെ അടുക്കൽ വന്ന് ആ സഭ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളെ കുറിച്ച് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുകയും और इस कलीसियाओं में जो समस्याओं का सामना इपफ्रास कर रहा था उस समस्याओं का समाधान के लिए रोम के कारागृह में पौलुस जब वहां पर था, रोम में जाकर पौलुस से इस समस्याओं का समाधान के बारे में वार्तालाप करता है। അതിന് പരിഹാരം എന്ന നിലയിൽ പൗലോസ് എഴുതിയ ലേഖനമാണ് കൊലോസ്യ ലേഖനമെന്നും നാം കണ്ടു. और कुलुस्यों की पत्री उन तमाम समस्याओं का समाधान के रूप में पौलुस ने ये पत्री लिखी है। അങ്ങനെ അവർക്ക് ലേഖനം എഴുതുമ്പോൾ ആ സഭയുടെ പാസ്റ്ററും തന്നോട് കൂടെ സഹഭൃത്യനായി ആ വീട്ടുതടങ്കലിലുമുള്ള എപ്പഫ്രാസിനെ ശ്ലാഘിച്ചുകൊണ്ട് സഭയോട് പറയുന്ന കാര്യങ്ങളാണ് നാം വായിച്ചത്. और अभी हमने जो भाग पढ़ा है वो उस कलीसिया के पासबान को लिखे हुए पत्र के माध्यम से ये बातें पौलुस ने इस कलीसिया को लिखी है। ഇന്നലെ ദൈവാത്മാവ് നമ്മോട് സംസാരിച്ചത് പൗലോസ് എപ്പഫ്രാസിന്റെ ആത്മാർത്ഥതയെ കുറിച്ച് സഭയോട് വ്യക്തമാക്കുകയാണ്. और पिछले दिन में हमने ये देखा था कि पौलुस एपफ्रास जो है उसको कलीसिया के प्रति उसके मन में जो एक यथार्थता था, एक मन से जो वो चाहता था उस बातों को उसने लिखा है। അദ്ദേഹം ഒരു പ്രാർത്ഥനാ മനുഷ്യനാണ്. एपफ्रास जो है वो एक प्रार्थना करने वाला व्यक्ति था। ആ പ്രാർത്ഥനയെ കുറിച്ച് നമ്മൾ വിചിന്തനം ചെയ്യുകയുണ്ടായി. അത് പോരാടിയുള്ള പ്രാർത്ഥനയാണ്, യുദ്ധ
യുദ്ധസമാനമായ और പ്രാർത്ഥനയാണ്. वो प्रार्थना जो था वो प्रार्थना एक युद्ध के समान प्रयत्न करते हुए जोश के साथ वो प्रार्थना करता है. ഇന്ന് നമ്മൾ മറ്റൊരു ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. आज उसके दूसरे भाग में हम प्रवेश करने जा रहे हैं. എന്തിനു വേണ്ടിയാണ് എപ്പഫ്രാസ് പ്രാർത്ഥിച്ചത്? एपिफ्रास ने किस बातों के लिए प्रार्थना की? ഒന്നുകൂടെ പറയാം, പോരാടി പ്രാർത്ഥിക്കുന്നു, മനസ്സു നൊന്തു പ്രാർത്ഥിക്കുന്നു, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. वो जो है बड़े दिल की गहराई से, दिल के दर्दों के साथ और बड़े इच्छा के साथ वो प्रार्थना कर रहा है. പക്ഷെ എന്തിനു വേണ്ടി അദ്ദേഹം അങ്ങനെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു? लेकिन क्यों उसने इतनी तीव्र वेदना के साथ प्रार्थना किया? രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാ പ്രാർത്ഥിച്ചത്. दो बातों के लिए उसने प्रार्थना की है. ഒന്ന്, നിങ്ങൾ തികഞ്ഞവരും. और पहली बात जो है, तुम जो है वो पूर्णता में प्रवेश करो. രണ്ട്, നിങ്ങൾ ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയവുമുള്ളവരായി മാറേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി പോരാടുന്നു. और दूसरी बात जो है वो परमेश्वर की इच्छा में स्थिर रहने के लिए, परमेश्वर के पूर्ण विश्वास में बने रहने के लिए प्रार्थना करता ആ है. രണ്ട് കാര്യങ്ങളും വിശദീകരിക്കേണ്ടതാണെങ്കിലും ഒന്നാമത്തേതിനോട് ഞാൻ വിട പറഞ്ഞ് രണ്ടാമത്തെ ആശയത്തിലേക്ക് വരികയാണ്. और दोनों बातों को विस्तृत रूप से बताना जरूरी है, लेकिन पहली बात को छोड़कर दूसरी बात में आपके सामने रखना चाहता हूं. പ്രിയരെ, എപ്പഫ്രാസ് എന്ന് പറയുന്ന ദൈവ മനുഷ്യൻ രാത്രിയെ പകലാക്കി ചോര നീരാക്കി ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചത്. और एपिफ्रास जो है वो रात और दिन जो है अपने खून को और पानी के रूप में कर कर वो विश्वासियों के लिए प्रार्थना करता है. തന്റെ വിചാരണയുടെ കീഴിൽ പരിശുദ്ധാത്മാവാക്കി വെച്ചിട്ടുള്ള ദൈവമക്കളുടെ ഭൗതിക അഭിവൃദ്ധികൾ എന്നതിനപ്പുറത്ത് और उस समय के लोगों के सम्मुख जो कुछ भौतिक आवश्यकताएं थी, उन भौतिक आवश्यकताओं को अलग कर അവരുടെ ആത്മീക ഔന്നത്യമായിരുന്നു ആ ദൈവ മനുഷ്യന്റെ ആത്യന്തിക ലക്ഷ്യം. उस दिव्य भक्त का सबसे मुख्य लक्ष्य जो था वो उनकी आत्मिक आवश्यकताओं की पूर्ति करना था. എത്ര പേർക്ക് സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം പറയാൻ കഴിയും? कितने लोग आनंद के साथ परमेश्वर को धन्यवाद कर सकते ഇനി നമുക്ക് ആ മേഖലയിലേക്ക് പോകേണ്ട ഒരു പ്രത്യേക ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. और इस बात पर एक विशेष बात जो है मैं आप तक पहुंचाना चाहता हूं. എപ്പഫ്രാസ് ദൈവത്തോട് പറയുക, ദൈവമേ, ദൈവഹിതം സംബന്ധിച്ചൊക്കെയും അവര് പൂർണ്ണ നിശ്ചയമുള്ളവരായി മാറണം. और एपिफ्रास की यह प्रार्थना है कि यहाँ के विश्वासी जो लोग हैं वे परमेश्वर की इच्छा के अनुसार पूर्ण विश्वास के साथ बने रहें. എന്തുകൊണ്ടാണ് ദൈവഹിതത്തെ കുറിച്ചൊരു ദൈവ പൈതലിന് പൂർണ്ണ നിശ്ചയം വേണ്ടത്? क्यों एक विश्वासी को परमेश्वर की इच्छा के बारे में उसे पूर्ण ज्ञान का होना जरूरी है? ഒരു ഭക്തന്റെ ജീവിതാനുഭവത്തിലൂടെ ഞാൻ നിങ്ങൾക്ക് അതൊന്ന് തെളിയിച്ചു തരാം. एक परमेश्वर के भक्त के जीवन से मैं कुछ बातों को आपके सामने लाना ഇന്ന് चाहता हूं. പകൽ ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കുക, കർത്താവേ, ഒരൊറ്റ ജീവിതമേ എനിക്ക് ഈ ഭൂമിയിലുള്ളൂ, അതെങ്ങനെയെങ്കിലും തീർക്കാതെ. दिल की गहराई से प्रार्थना करें कि मुझे जो एक ही जीवन परमेश्वर ने दिया है उस जीवन को मैं व्यर्थ न गवाऊं. അങ്ങയുടെ ഹിതം പൂർണ്ണമായി നിവർത്തിച്ച് ഈ മണ്ണിൽ സന്തോഷത്തോടെ കണ്ണടയ്ക്കാൻ എനിക്ക് കൃപ തരണമെന്ന് ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. परमेश्वर से प्रार्थना करें कि मेरी आंख बंद होने के पहले परमेश्वर की इच्छा को पूर्ण करके बड़े आनंद के साथ मैं इस संसार से कूच करूं. പ്രിയരെ, പലപ്പോഴും ദൈവത്തിന്റെ ഹിതവും നമ്മുടെ ഇഷ്ടവും തമ്മിൽ പൊരുത്തപ്പെടാത്ത ചില മേഖലകൾ വരും. हमारे जीवन में कई बार ऐसी परिस्थितियों से होकर गुजरना पड़ता है जब परमेश्वर की इच्छा और हमारी इच्छा के बीच में जो है काफी संघर्ष होता है. എന്നാൽ നമ്മുടെ ഇഷ്ടങ്ങളല്ല ദൈവത്തിന്റെ ഹിതമെന്നുണ്ടെങ്കിൽ ആ നമ്മുടെ ഇഷ്ടങ്ങളെ വലിച്ചെറിഞ്ഞ് സമ്പൂർണ്ണ ദൈവഹിതത്തിന് വിധേയപ്പെടുന്നവരെ ചരിത്രത്തിൽ ഒരു അത്ഭുതമാക്കി മാറ്റാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് ആലോചന പറയുമ്പോൾ ആധാരം തുറന്ന് വിശ്വാസത്താൽ ദൈവത്തിന് സ്തോത്രം പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. यदि हमारी इच्छा को अलग रखकर परमेश्वर की इच्छा को यदि हम पूरा करने की कोशिश करें तो परमेश्वर जो है इतिहास में आने वाले दिनों में हम में से हर एक के जीवन को पूर्ण रीति से बदल सकता ഇന്ന് है. പകൽ ദൈവാത്മാവ് എന്നോട് പറയുന്നു, വെളിപ്പെടുത്തപ്പെടുന്ന ദൈവഹിതത്തിന് വിധേയപ്പെട്ടുകൊള്ളൂ. നിങ്ങളെ ഒരു അത്ഭുതമാക്കി മാറ്റാൻ ഇന്ന് പകൽ ദൈവത്തിന് പദ്ധതിയുണ്ട്. और परमेश्वर की आत्मा मुझसे एक बात कह रही है कि परमेश्वर ने हर एक के जीवन में जो इच्छाएं रखी है
उस पर यदि आप आगे बढ़ोगे तो परमेश्वर आपके जीवन को बहुतायत से बदलने जा रहा है। വേദപുസ്തകത്തിൽ നിന്ന് ഞാനത് തെളിയിച്ചു തരാൻ പോകുകയാണ്. और परमेश्वर के वचन से उस बात को मैं आप तक स्पष्ट करने जा നമുക്ക് रहा हूं। അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ പുസ്തകം 22-ാം അധ്യായത്തിന്റെ 17 മുതൽ 21 വരെയുള്ള വേദഭാഗങ്ങൾ ഒന്ന് ശാന്തമായി വായിക്കാം. प्रेरितों के पत्री उसका 22वां अध्याय उसकी 17वीं आयत से लेकर कुछ आयतों को हम पढ़ने जा रहे हैं। അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ പുസ്തകം प्रेरितों के काम उसका 22-ാം അധ്യായത്തിന്റെ 17 മുതൽ 21 വരെ. 22वां अध्याय उसकी 17वीं आयत से लेकर 21वीं आयत तक। Amen. പിന്നെ ഞാൻ യെരൂശലേമിൽ മടങ്ങിച്ചെന്ന് ദൈവാലയത്തിൽ പ്രാർത്ഥിക്കും നേരം ഒരു ആത്മവിവശതയിലായി അവനെ കണ്ടു. നീ ബന്ധപ്പെട്ട വേഗം യെരൂശലേം വിട്ടു പോക, നീ എന്നെ കുറിച്ച് പറയുന്ന സാക്ഷ്യം അവൻ കൈക്കൊള്ളുകയില്ല എന്ന് എന്നോട് പറഞ്ഞു. അടുത്തത്, അതിന് ഞാൻ, കർത്താവേ, നിന്നിൽ വിശ്വസിക്കുന്നവരെ ഞാൻ തടവിലാക്കുകയും പള്ളിതോറും അടുപ്പിക്കുകയും ചെയ്തു എന്നും എന്റെ സാക്ഷിയായ സ്തെഫാനോസിന്റെ രക്തം ചൊരിഞ്ഞപ്പോൾ ഞാനും സമ്മതിച്ച് അടുത്തത്, അവൻ എന്നോട്, നീ പോക, ഞാൻ നിന്നെ ദൂരത്തെ ജാതികളുടെ അടുക്കൽ അയക്കും എന്ന് കൽപ്പിച്ചു. വളരെ നന്ദി. ഓക്കെ. जब मैं फिर यरूशलेम में आकर मंदिर में प्रार्थना कर रहा था तो बेसुध हो गया और उसको देखा कि वह मुझसे कहता है, जल्दी करके यरूशलेम से झट निकल जा, क्योंकि वे मेरे विषय में तेरी गवाही ना मानेंगे। मैंने कहा, हे प्रभु, वे तो आप जानते हैं कि मैं तुझ पर विश्वास करने वालों को बंदी गृह में डालता और जगह जगह आराधनालय में पिटवाता था। जब तेरे गवाह स्तिफनुस का लहू बहाया जा रहा था तब मैं भी वहां खड़ा था और इस बात में सहमत था और उसके घातकों के कपड़ों की रखवाली करता था। और उसने मुझसे कहा, चला जा, क्योंकि मैं तुझे अन्य जातियों के पास दूर दूर भेजूंगा। ആമേൻ. ഹല്ലേലൂയ. കരമുയർത്തി ഒരു നല്ല ആമേൻ എന്ന് പറയാം. एक अच्छा आमीन हम कहे। അല്പ ചരിത്രം നാം ഒന്ന് ശാന്തമായി ധ്യാനിക്കാൻ പോകുകയാണ്. വളരെ ശ്രദ്ധിച്ചിരിക്കണം. ध्यान से बैठे, थोड़ा पृष्ठभूमि में इस भाग के हम जाना चाहेंगे। യഹൂദ സിനഗോഗിൽ ഇരുന്ന് പൗലോസ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. यहूदा के आराधनालय में बैठकर पौलुस जो है परमेश्वर से प्रार्थना कर रहा है। യെരൂശലേമിലെ പള്ളിയിൽ പൗലോസ് പ്രാർത്ഥിക്കേണ്ടി വന്നതിന്റെ ആ ചരിത്രം ഒന്ന് വിശകലനം ചെയ്യാൻ പോകുകയാണ്. और यरूशलेम के उस आराधनालय में जो कुछ घटा है उसकी पृष्ठभूमि को हम देखने जा रहे हैं। യെരൂശലേമിൽ നിന്ന് വാഹനം മൃഗത്തിന്റെ പുറത്ത് അദ്ദേഹം ദമസ്കോസിലുള്ള ദൈവമക്കളെ പിടിച്ചു കെട്ടിക്കൊണ്ടുവരാൻ യാത്ര പുറപ്പെടുകയാണ്. अभी जो पौलुस जो है यरूशलेम से दमिश्क की तरफ जो है वो यात्रा कर रहा है। ശൗലും അനുയായികളും ദമസ്കോസിന്റെ പടിവാതിൽക്കൽ എത്തുമ്പോൾ और शाऊल जो है वो दमिश्क के उस मार्ग में जब आगे बढ़ता है, നട്ടുച്ചയ്ക്ക് ആകാശത്ത് കത്തിപ്പടരുന്ന സൂര്യപ്രഭയെ വെല്ലുന്നൊരു പ്രകാശം അദ്ദേഹത്തിന്റെ മുഖത്ത് വന്നടിച്ചു. और ठीक दोपहर के समय सूर्य के से तेज जो ज्वाला है जो है वो रोशनी से शाऊल के ऊपर पड़ा കണ്ണു കാണാൻ കഴിയാതെ വാഹന മൃഗത്തിന്റെ പുറത്തു നിന്ന് താഴെ വീണു. और वो अंधा होके जो है वो उस मृग से वो नीचे गिर पड़ा। കൂടെ വന്നവർ അദ്ദേഹത്തിന്റെ കൈ പിടിച്ച് നേർവീതി എന്ന സ്ഥലത്തൊരു വീട്ടിൽ കൊണ്ടാക്കി. और जो उसके साथी थे उन्होंने उसका हाथ पकड़कर उसे दूसरे घर में जाके पहुंचाया। ആ സമയത്ത് അനന്യാസ് എന്ന് പറയുന്ന ഒരു ക്രിസ്തു ശിഷ്യൻ ദമസ്കോസിലുണ്ട്. और उस समय दमिश्क में हनन्या नाम का एक शिष्य जो था वो उस दमिश्क में पाया। അനന്യാസിനോട് ദർശനത്തിൽ കർത്താവ് പറയുന്നു, परमेश्वर ने दर्शन में हनन्या से कहा, അനന്യാസേ, നീ നേർവീതി എന്ന സ്ഥലത്ത് യൂദായുടെ വീട്ടിൽ വരെ ഒന്ന് പോകണം. और परमेश्वर ने हनन्या से कहा कि तुझे यहूदा के घर में जाना होगा। അവിടെ ശൗൽ എന്ന് പേരുള്ള ഒരുവൻ കാഴ്ച നഷ്ടപ്പെട്ട് अब वहां पर एक व्यक्ति जिसका नाम शाऊल है जो आंखों से अंधा है, 3 ദിവസമായി ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. 3 दिन से उपवास के साथ जो है वो परमेश्वर से प्रार्थना कर रहा है। നീ ചെന്ന് അവന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നതും അവന് സൗഖ്യം വരുന്നതും അവൻ കണ്ടുകൊണ്ടിരിക്കുന്നു. और तू उसके ऊपर हाथ रख और वो दृष्टि पाएगा,
इस प्रकार उसने कहा। ഞാനെങ്ങാനുമാണെങ്കിൽ തുള്ളിച്ചാടി സ്തോത്രം ചെയ്ത് ഉടനെ പുറപ്പെട്ടേനെ. और यदि मैं होता तो परमेश्वर की स्तुति और महिमा करके तुरंत वहां से निकल जाता। എന്നോട് പറയാ, KJ തോമസ് നീ ഇന്ന വീട്ടിലേക്ക് ചെല്ലേ, അവിടെ ഒരുത്തന് കാഴ്ചയൊക്കെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്, 3 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ടില്ല, വെള്ളം കുടിച്ചിട്ടില്ല, നീ ചെന്ന് പ്രാർത്ഥിക്കുന്നത് അവൻ കണ്ടോണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ ഞാൻ സ്തോത്രം പാടി ഓടിയേ. इस प्रकार मुझसे कहा जाता है कि एक व्यक्ति जो है वो 3 दिन से उपवास और प्रार्थना कर रहा है, वो देखता नहीं है, तू उसके ऊपर जाकर हाथ रख, वो देखने लगेगा। अगर ऐसी बात मुझसे कही जाती तो मैं परमेश्वर की महिमा करके मैं जरूर जाता। പക്ഷേ അനന്യാസ് ദൈവത്തോട് പറയാ, लेकिन हनन्याह ने परमेश्वर से कहा, ദൈവമേ അവന് യെരൂശലേമിൽ കാട്ടിക്കൂട്ടിയ വിക്രിയകളെല്ലാം ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. हनन्याह ने कहा कि उस व्यक्ति ने यरूशलेम में मसीहों के साथ क्या कुछ किया वो सारी घटना उन्होंने सुनी है। അത് മാത്രമല്ല, ഇവിടെയുള്ള ഞങ്ങളെ പിടിച്ചു കെട്ടിക്കൊണ്ട് പോകാൻ മഹാപുരോഹിതന്മാരുടെ അധികാരപത്രവും അവന്റെ പക്കലുണ്ട്. और इतना ही नहीं, यहाँ के लोगों को सताने के लिए महायाजकों से वो अधिकार के पत्र को लेकर यहाँ पर सताने के लिए वो आ रहा है। എന്റെ ചോദ്യം, ഇവൻ എങ്ങനെ അറിഞ്ഞു ശൗലിന്റെ കയ്യിൽ ഇവരെ പിടിച്ചു കെട്ടാനുള്ള അധികാരപത്രം ഉണ്ടെന്ന്? और मैं आपसे पूछना चाहता हूँ कि हनन्याह को कैसे मालूम चला कि शाऊल के पास वो अधिकार पत्र है कि दमिश्क के लोगों को सताया जाए? ഹലോ, എല്ലാവരും എന്നോട് വരുന്നുണ്ടോ? आप लोग ഇതൊന്നും ദൈവം പറയുന്നില്ല. ये कुछ बातें परमेश्वर ने हनन्याह से നിങ്ങളെ പിടിച്ചു കെട്ടാനായിട്ട് മഹാപുരോഹിതന്മാരുടെ അധികാരപത്രവുമായി വന്നതാണ്, ഞാൻ അവനെ തട്ടിത്താടി ഇട്ടിട്ടുണ്ടെന്നൊന്നും ദൈവം പറഞ്ഞില്ല. ये कोई भी बातें परमेश्वर ने हनन्याह से नहीं कही कि तुम्हें पकड़वाने के लिए अधिकार पत्र को लेकर शाऊल निकला हुआ അപ്പൊ है। നമുക്ക് അവിടെ നിന്ന് മനസ്സിലാകുന്ന ഒരു കാര്യം, तो यहाँ पर हम एक बात जो समझ सकते हैं, ശൗല് രഹസ്യമായിട്ടല്ല വരുന്നത്, പരസ്യമായി ഭീഷണി മുഴക്കി തന്നെയാ വന്നേ. और शाऊल जो है वो एक गुप्त रीति से नहीं आ रहा, लेकिन सारे लोगों को मालूम है कि वो सताने के लिए उस शहर में जा रहा है। തടയാമെങ്കിൽ തടഞ്ഞോ, നിങ്ങൾ രക്ഷപ്പെടില്ലെന്നുള്ള അഹങ്കാരത്തിന്റെ വെല്ലുവിളികൾ തന്നെയാ വരുന്നേ. बड़े अहंकार के साथ वो इस दावे के साथ आ रहे हैं कि यदि तुम्हारे में शक्ति है तो तुम मुझे रोक के दिखा दो। അങ്ങനാണെങ്കിൽ പരസ്യമായി ഇവൻ വെല്ലുവിളിച്ചു വരുമ്പോ और यदि इतने दावे के साथ सब लोगों के सामने यदि वो आ रहा, സ്വാഭാവികമായും നിസ്സഹായരായ ദമസ്കോസിലെ ദൈവമക്കൾ ദൈവത്തോട് നിലവിളിച്ചിട്ടില്ലേ? तो इसका मतलब दमिश्क में जितने लोग असहाय लोग विश्वासी लोग हैं, अवश्य विश्वासी लोगों ने परमेश्वर से प्रार्थना किया ദൈവമേ, ഒരു വലിയ പ്രതിസന്ധി ഞങ്ങൾക്കെതിരെ വരികയാണ്. और उन्होंने कहा कि परमेश्वर एक बड़ी विपत्ति जो है मानुष- हमारे सम्मुख आ रही है। മാനുഷികമായി രക്ഷപ്പെടാൻ ഒരു പഴുതും ഞങ്ങളുടെ മുമ്പിൽ കാണുന്നില്ല. मनुष्य की रीति से किसी भी तरीके से इस समस्या से हम बच नहीं सकते। ഈ പ്രതിസന്ധിയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് അറിയാൻ കഴിയാതെ और किस प्रकार इस समस्या से हम बच निकलना है, നൊമ്പരപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഈ അനന്യാസിനോട് ദൈവം പറയുക, और इस प्रकार दर्द की वेदनाओं से प्रार्थना करने वाले हनन्याह से परमेश्वर ने നിന്റെ कहा പ്രാർത്ഥനയുടെ മറുപടിയെ कि आपकी प्रार्थना का जवाब है। നേർവീതി എന്ന സ്ഥലത്ത് യൂദായുടെ വീട്ടിൽ ഞാൻ കുരുക്കിയിട്ടിട്ടുണ്ട്. वो सीधी नाम की गली में यहूदा के घर में मैंने उस व्यक्ति को अंधा करके वहां भेजा നിന്റെ है। കണ്ണുകൊണ്ട് പോയി നീ അത് കണ്ടോളാനാ, तू अपनी आंखों से जाकर उस व्यक्ति को देख നിന്റെ ले, കൈ കൊണ്ട് പോയി നീ അത് തൊട്ടോളാനാ. तू अपने हाथों से उसको स्पर्श कर। ഇന്ന് പകൽ ദൈവാത്മാവ് നമ്മോട് വിളിച്ചു പറയുന്നു, आज प्रभु की आत्मा हमसे कहती നിന്റെ है, ചില പ്രാർത്ഥനയുടെ മറുപടിയെ നിന്റെ കൈകൊണ്ട് തൊടത്തക്ക നിലയിൽ, आपकी प्रार्थनाओं का जवाब आपके हाथों से स्पर्श करने के लायक, നിന്റെ ചില പ്രാർത്ഥനയുടെ മറുപടികളെ നിന്റെ കണ്ണുകൊണ്ട് കാണത്തക്ക നിലയിൽ परमेश्वर आपकी प्रार्थनाओं का जवाब अपनी आंखों से देखने लायक, താങ്കൾക്ക് വേണ്ടി ചലിക്കുന്ന ഒരു കരം ഈ പകൽ ഉയരത്തിലുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ആദരത്തോടെ ആവേശത്തോടെ ദൈവത്തിന് സ്തോത്രം പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. आपकी प्रार्थनाओं का जवाब को हल करने के लिए परमेश्वर जो है अपने हाथों को कार्य को कर रहा है। अपने हाथों को उठाकर परमेश्वर का धन्यवाद। പരിശുദ്ധാത്മാവിനോട് ശക്തമായി പറയുന്നു, पवित्र आत्मा बड़े सामर्थ्य रूप में ചില कह रहा है, പ്രാർത്ഥനയുടെ മറുപടികൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾ കാണാൻ പോകുകയാണ്. कुछ प्रार्थनाओं का जवाब इन दिनों में परमेश्वर आपको देने जा रहा है। മാനുഷികമായി അപരിഹാര്യമെന്ന് നിങ്ങൾ ചിന്തിക്കുന്ന ചില വിഷയങ്ങളിൽ സ്വർഗം പരിഹാരം വരുത്താൻ പോകുന്നു എന്ന് ആത്മാവ് തലയിൽ കൈവച്ച് വചനത്തിന്റെ ആലോചന വിളിച്ചു പറയുന്നു. എത്ര പേർക്ക് വിശ്വാസത്താൽ ദൈവത്തിന് സ്തോത്രം പറയാൻ മനസ്സുണ്ട്? आमीन।
जिन प्रार्थनाओं का जवाब आपके लिए असंभव लग रहा है, उन तमाम प्रार्थनाओं का जवाब परमेश्वर पूरी करने जा रहा है। इसलिए विश्वास के साथ अपने हाथों को उठाकर परमेश्वर का धन्यवाद करें। हालेलुया। ദൈവാത്മാവ് എന്നോട് പറഞ്ഞ വചന വെളിപ്പാടുകൾ ഞാൻ നിങ്ങളോട് പറയാം. और परमेश्वर ने जो वचन मुझसे कहा है उसको प्रकाशन के रूप में मैं आप तक पहुंचाना चाहता ചില हूं। പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് നാം ആമേൻ പറയുന്നതിന് മുമ്പ് ദൈവം മറുപടി തരും. आमीन। कुछ प्रार्थनाओं का जवाब जो है हमारे प्रार्थना के आमीन कहने से पहले हमें मिल जाता है। എത്ര പേർക്ക് വിശ്വാസത്താൽ സ്തോത്രം പറയാൻ ये കഴിയും? लोग विश्वास के साथ कह सकते ഞാൻ हैं। വേദപുസ്തകത്തിൽ നിന്ന് അതിന് തെളിവ് പറയാം. और बाइबल से ही मैं कई बातों को आपके सामने ला सकता हूं। അബ്രഹാം തന്റെ വീട്ടിൽ മൂപ്പനായവനെ തന്റെ മകനായ ഇസഹാക്കിന് ഒരു വധുവിനെ അന്വേഷിക്കാൻ വിടുക. और अब्राहम ने अपने घर के एक मुख्य व्यक्ति को अपने बेटे इसहाक के लिए एक स्त्री चुनने के लिए भेजा। എലയാസറിനെ അയക്കുമ്പോ एलियाजर को जब भेजने वाला था, എലയാസർ പറഞ്ഞു എന്റെ പൊന്ന യജമാനനെ ഒരു അല്പം പ്രയാസമുള്ള കാര്യമാണ്. एलियाजर ने कहा कि महाराज ये तो स्वामी ये तो बड़ी थोड़ी मुश्किल की बात പക്ഷേ है। അബ്രഹാം പറഞ്ഞു लेकिन अब्राहम ने कहा എന്റെ ദൈവം തന്റെ ദൂതനെ നിനക്ക് മുമ്പ് അയക്കും. मेरा परमेश्वर जो है अपना दूत तेरे आगे आगे भेजेगा കാര്യം ദൈവം സാധിപ്പിച്ചു തരും. और परमेश्वर तेरे कार्य को सफल करेगा। അബ്രഹാമിന് മകന്റെ കാര്യത്തിൽ ദൈവം കരുതുമെന്ന് ഉറപ്പുണ്ട്. अब्राहम को पूर्ण विश्वास था कि मेरे बेटे के विषय में परमेश्वर अवश्य कार्य करेगा। എന്താ അങ്ങനെ ഉറപ്പുണ്ടാകാൻ കാരണം എന്നറിയോ? वो निश्चय अब्राहम को कहां से मिला? ഈ മകൻ വേണമെന്ന് അബ്രഹാം ആഗ്രഹിച്ചതല്ല. कि ये बेटा उसे चाहिए। अब्राहम ने इस बात की अपेक्षा कभी नहीं की। എല്ലാരും എന്നോട് ആ ചിന്തയിലേക്ക് ഒന്ന് വരണം. सब लोग मेरे उस चिंता के साथ आगे बढ़े। ഒരിക്കൽ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു അബ്രഹാമേ നിന്റെ ഭാര്യ സാറായി നിനക്കൊരു മകനെ പ്രസവിക്കുന്നു. और एक बार परमेश्वर ने അബ്രഹാമിനോട് സാറായി और एक बार अब्राहम से सारा ने कहा कि तेरे അബ്രഹാമിനോട് ദൈവം പറയുകയാണ് നിന്റെ ഭാര്യ സാറായി നിനക്കൊരു മകനെ പ്രസവിക്കും. परमेश्वर ने अब्राहम से कहा कि तेरी पत्नी सारा जो है वो तुझे एक संतान देगी। അബ്രഹാം ചിരിച്ചു ചിരിച്ചു വീണു, വീണിടത്ത് കിടന്ന് ഉരുണ്ടു ചിരിച്ചു. और वहाँ ऐसा है कि अब्राहम वो सुनकर हंसकर गिर पड़ा और लौटते हुए वो हंसने लगा। നമ്മൾ പലപ്പോഴും പറയും അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ തിളക്കം കൊണ്ട് ഇസഹാക്ക് ഉണ്ടായെന്ന്. और कई बार हम बोलते हैं कि अब्राहम के विश्वास के कारण इसहाक उस परिवार में आया। അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ തിളക്കം കൊണ്ടൊന്നുമല്ല, ദൈവത്തിന്റെ കരുണ കൊണ്ട്. आमीन, हालेलुया। अब्राहम के विश्वास के कारण नहीं लेकिन परमेश्वर के अनुग्रह के कारण इसहाक उस ദൈവം परिवार में आया। എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ ഔദാര്യം കൊണ്ട് മാത്രമാണെന്ന് തിരിച്ചറിഞ്ഞ് നാം ദൈവത്തിന് സ്തോത്രം ചെയ്യണം. परमेश्वर जब भी किसी के भी जीवन में कुछ करता है तो परमेश्वर हमेशा अपने अनुग्रह से करता है। അബ്രഹാം ദൈവത്തോട് പറയാ अब्राहम परमेश्वर से कह रहा है ദൈവമേ ഇനി പുതിയ മോനെ ഒന്നും എനിക്ക് വേണ്ട. कि मुझे जो है मुझे एक नया बेटा नहीं चाहिए। ഇസ്മായേൽ എന്റെ മുമ്പാകെ ജീവിച്ചിരിക്കാൻ അങ്ങ് അനുവദിച്ചാൽ മതി. इस्माइल जो है वो मेरी आंखों के सामने बना रहे उतना ही काफी है। അപ്പൊ ഇസ്മായേലിൽ അബ്രഹാം തൃപ്തനായിരുന്നു. इसका मतलब अब्राहम जो था वो इस्माइल से संतृप्त था। അബ്രഹാമിന് ഇസഹാക്കിനെ വേണ്ടായിരുന്നു. और अब्राहम को इसहाक की आवश्यकता नहीं थी। അബ്രഹാം ഇസഹാക്കിനെ ആഗ്രഹിച്ചതല്ല, और कभी भी अब्राहम ने इसहाक की कामना नहीं की। ഞാൻ ആഗ്രഹിക്കാഞ്ഞിട്ടും और बिना कामना किए ഞാൻ ചോദിക്കാതിരുന്നിട്ടും बिना मांगे ഇവനെ ദൈവമാണ് എനിക്ക് തന്നതെങ്കിൽ और यदि परमेश्वर ने इसे दिया है तो ഇവനിലൂടെയാണ് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ദൈവത്തിന് നിവർത്തിക്കാനുള്ളതെങ്കിൽ परमेश्वर अपनी बातों को यदि मेरे बेटे के द्वारा यदि पूरा कराना ഞാൻ ആവശ്യപ്പെടാതെ എനിക്ക് തന്നവന്റെ ഭാവിക്ക് വേണ്ടി കരുതേണ്ടതെല്ലാം തക്ക സമയത്ത് കരുതാൻ അവനെ തന്ന ദൈവം വിശ്വസ്തനാണെന്ന് അപ്പന്റെ അകത്ത് ഉറപ്പുണ്ടായിരുന്നു. जिस बेटे को मैंने नहीं चाहा वो बेटा यदि परमेश्वर ने मेरे परिवार में दिया है तो उस बेटे की हर एक आवश्यकता को परमेश्वर समय समय पर पूरा करेगा। ഇന്ന് പകൽ സ്തോത്രം ചെയ്ത ദൈവത്തോട് പറ, आज सुबह धन्यवाद के साथ परमेश्वर നിരാശകളുടെ കടുങ്കെട്ടുകളെ പൊട്ടിച്ചെറി. आपके जीवन में पाई जाने वाली हर एक निराशा നാളുകളെ കുറിച്ചുള്ള ഭീതികൾ മാറട്ടെ. कल के प्रति जो भी भय आपके अंदर തലമുറകളെ കുറിച്ചുള്ള ഉത്കണ്ഠകൾ മാറട്ടെ. अपने आने वाली पीढ़ियों के बारे में जो भी समस्याएं ഇന്ന് പകൽ സ്തോത്രം ചെയ്തു പറ, परमेश्वर के सम्मुख എന്റെ കുടുംബത്തിന് വേണ്ടുന്നത് കരുതാൻ, मेरे परिवार को चलाने के लिए എന്റെ തലമുറയ്ക്ക് വേണ്ടുന്നത് കരുതാൻ मेरे पीढ़ियों को चलाने के लिए എന്റെ ദൈവം വിശ്വസ്തൻ. मेरा परमेश्वर जो है वह ആ विश्वास ഉറപ്പുള്ള ദൈവമക്കൾ അവരുടെ കരമടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. जिनको
जिसको पूर्ण निश्चय है तालियां बजाकर परमेश्वर की स्तुति करें। हालेलुया 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 हालेलुया। लो राबा शंदा ला राबा रिया ला राबा। हालेलुया। थैंक यू जीसस। लो राबा शंदा ला राबा। Thank you, Lord. हालेलुया। Thank you, Lord. Thank you, ദൈവ ശബ്ദം ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുകയാണ്. परमेश्वर की वाणी में आप तक पहुंचा रहा അവൻ हूं। നിങ്ങൾക്കായി കരുതുന്നതാകയാൽ वो आपके लिए हर एक बातों को पूरा करने जा रहा നിങ്ങളുടെ है। സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. अपनी सारी चिंताओं को अपने परमेश्वर के ऊपर डाल दो। എത്ര പേർക്ക് വിശ്വാസത്താൽ ആമേൻ പറയാൻ കഴിയും? कितने लोग को जीवन विश्वास से प्रभु का धन्यवाद करें। Amen. हालेलुया। എലിയാസർ പോയി. एलियाजर चला गया ആ പട്ടണത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ അവിടെ ഒരു കിണറുണ്ട്. അത് പറയാനേ और उस शहर में पहुंचने के पहले वहां पर एक कुआं है ആ സന്ധ്യാസമയത്ത് കിണറിന്റെ മുമ്പിൽ നിന്ന് ഒരൊറ്റ പ്രാർത്ഥന. और शाम के समय उस कुएं के पास पहुंचकर एक प्रार्थना। എന്റെ ദൈവമേ, मेरे परमेश्वर, എന്റെ യജമാനൻ എന്നെ ഒരു വലിയ ദൗത്യവുമായി അയച്ചതാ. मेरे स्वामी ने एक बड़े उत्तरदायित्व के साथ मुझे भेजा ഈ है പട്ടണത്തിലെ യുവതികളൊക്കെ വെള്ളം കോരാൻ വരുന്ന സമയമായത്. और ये समय जो है इस शहर की जो कुंवारियां हैं वो पानी भरने के लिए आने वाली है। വരുന്നവരോട് ഞാൻ ചോദിക്കും, और जो कुंवारियां वहां पर आएगी उनसे मैं पूछूंगा എനിക്ക് ഒരല്പം വെള്ളം കുടിക്കാൻ തരാമോ? मुझे थोड़ा सा पीने के लिए पानी चाहिए। അതിൽ ഒരാൾ പറയാന്നിരിക്കട്ടെ, और उसमें से यदि कोई भी एक इस प्रकार का है, താങ്കൾക്ക് മാത്രമല്ല सिर्फ तुझे ही नहीं, താങ്കളുടെ ഒട്ടകങ്ങൾക്കും കൂടെ തരാമെന്ന് പറഞ്ഞാൽ आपके साथ साथ जितने ऊंट हैं उनको भी मैं पानी पिलाऊंगा। അവളായിരിക്കട്ടെ तो वो कुंवारी होगी എന്റെ യജമാനനായ അബ്രഹാമിന്റെ മകനായ ഇസഹാക്കിന്റെ ഭാവി വധു. അവൾ ദൈവത്താൽ നിയമിക്കപ്പെട്ടവളായിരിക്കട്ടെ. तो वो कुंवारी जो है मेरे स्वामी अब्राहम के पुत्र इसहाक की पत्नी के रूप में वो ठहरेगी। എന്നെ ത്രസിപ്പിച്ചൊരു ചിന്ത ഇവിടെ ഉണ്ട്. और वहां पर एक चिंता में इस प्रकार सोचता हूं, അവൻ പ്രാർത്ഥിച്ചു തീർന്ന ഉടനെ उसके प्रार्थना समाप्त होने के तुरंत ആ കിണറ്റിന്റെ അക്കരയിൽ നിന്ന് പ്രാർത്ഥിച്ചു തീർന്ന ഉടനെ और जैसे ही उस कुएं के पास उसके प्रार्थना के शब्द मुंह से खत्म होने के पहले റീബെക്ക തോളിൽ വെള്ളവുമായി വന്നു. और रिबेका जो है वो पानी लेकर उसके पास आ पहुंची। ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുക, आज सुबह मैं आपसे कहना चाहता हूं, ദൈവത്തിന്റെ കരുതലുകൾ, परमेश्वर की जो कार्यशैली നിന്റെ है, പ്രാർത്ഥനയുടെ മറുപടികൾ, आपके प्रार्थनाओं का जवाब, മനസ്സും നൊന്തുള്ള നിലവിളിയുടെ മറുപടികൾ, आपके दर्द से दिल की वेदनाओं से किए गए प्रार्थना का फल ആമേൻ പറയുന്നതിന് മുമ്പ് അതിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് തരാൻ ഇന്ന് പകൽ ദൈവം വിശ്വസ്തനാണെന്ന് ആത്മാവാലോചന കൈമാറുമ്പോൾ ആധാരം തുറന്ന് ദൈവത്തിന് സ്തോത്രം പറയാൻ എത്ര പേര് ഇവിടെ വന്നിട്ടുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. आमीन बोलने के पहले आपकी प्रार्थनाओं का सवाल आपकी आंखों के सामने देने वाला परमेश्वर कितना विश्वास योग्य है। उस विश्वास योग्य परमेश्वर के लिए हाथों को उससे तालियां बजाकर परमेश्वर की स्तुति करें। ഹല്ലേലൂയ, हालेलुया ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ ചില പ്രാർത്ഥനയുടെ മറുപടികൾ इसलिए कुछ प्रार्थनाओं का जो जवाब है ആമേൻ പറയുന്നതിന് മുമ്പ് ദൈവം തരും. आमीन बोलने के पहले जवाब मिलता है, പക്ഷെ ചില പ്രാർത്ഥനയുടെ മറുപടികൾ लेकिन कुछ प्रार्थनाओं का जवाब ലഭിക്കാൻ വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരും. उनका जवाब मिलने में कई बार सालों गुजर जाते हैं। എന്നോട് പിണക്കമല്ലോ തോന്നുന്നുണ്ടോ? मेरे साथ यदि आप नाराज तो नहीं है, എന്നോട് പിണങ്ങിയിട്ട് കാര്യമില്ല, വേദപുസ്തകം അതും പറയുന്നുണ്ട്. मुझसे कहने की जरूरत नहीं है, पवित्र शास्त्र में ऐसे भी कई उदाहरण हैं। ഞാൻ വേദപുസ്തകം പഠിച്ചതില് जब मैंने परमेश्वर के पवित्र शास्त्र को पढ़ा, ദൈവഹിതപ്രകാരം നടന്ന വിവാഹം ഇസഹാക്കിന്റെ വിവാഹമാണ്. परमेश्वर की इच्छा के अनुसार जो विवाह हुआ है वो इसहाक का विवाह हुआ है। ഒന്ന് അത് പ്രാർത്ഥനയുടെ മറുപടിയായി നടന്നതാ. और वो जो है वह प्रार्थना के जवाब के फलस्वरूप हुआ है। എലിയാസറിന് ആ കാര്യം ഉറപ്പുണ്ടായിരുന്നു. और एलियाजर को इस बात का पूर्ण निश्चय था। തന്നെയല്ല റിബേക്കയുടെ വീട്ടുകാരും പറയുന്നുണ്ട് ഈ കാര്യം യഹോവയാൽ വരുന്നു. और यहाँ तक कि रिबेका के परिवार वालों ने भी कहा कि परमेश्वर की तरफ से ये संभव हुआ है। അപ്പൊ പ്രാർത്ഥനയുടെ മറുപടിയായി ദൈവഹിതത്താൽ നടന്ന വിവാഹം.
तो परमेश्वर प्रार्थना के द्वारा परमेश्वर की इच्छा के अनुसार एक विवाह का तय होना। ഒരു കാര്യം ദൈവഹിതമാണോ എന്ന് നമ്മൾ എങ്ങനെ തീരുമാനിക്കുന്നത്? किस प्रकार हम इस बात का निर्णय करते हैं कि ये बात जो है परमेश्वर की तरफ से संभव हुआ? ദൈവഹിതമാണെങ്കിൽ നമ്മുടെ ചിന്ത അതിന്റെ അകത്ത് ഒരു പ്രതിസന്ധി ഉണ്ടാകാൻ പാടില്ല. हम सोचते हैं कि यदि ये कार्य परमेश्वर की तरफ से हुआ है तो इसमें कोई भी दखलंदाजी नहीं होनी चाहिए। പ്രതിസന്ധി ഉണ്ടായാൽ നമ്മുടെ മാനുഷിക വിലയിരുത്തൽ അത് ദൈവഹിതമല്ലായിരുന്നെന്നാ. और हम सोचते हैं कि यदि उस बात में यदि कोई भी अड़चन आ जाए तो हम सोचते हैं कि ये परमेश्वर की इच्छा नहीं थी। എന്നാൽ ദൈവഹിതപ്രകാരമാണെങ്കിൽ പോലും പ്രതിസന്ധികൾ വന്നെന്ന് വരാം. लेकिन कई बार परमेश्वर की इच्छा होने के बावजूद भी कई प्रकार की समस्याएं आ सकती है। പക്ഷെ ദൈവഹിതമായിരുന്നു എന്നതിന്റെ തെളിവ് और परमेश्वर की इच्छा के अनुसार था उसका जो परिणाम जो है ആ പ്രതിസന്ധികളിലെ ദൈവിക ഇടപെടല. आमीन। उस समस्याओं के बीच में जो है परमेश्वर जो है कार्य को संभालता ഇന്ന് है। പകൽ ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയുക, आज सुबह परमेश्वर की आत्मा से आपसे कहना ചില चाहता हूं, കാര്യങ്ങൾ ദൈവഹിതമായിരുന്നു എന്ന് 100% ഉറപ്പുണ്ടായിരുന്നിട്ടും कई बार आपके जीवन में कि जो बातें परमेश्वर की तरफ से है पूर्ण निश्चय होने के बाद भी ചില പ്രതിസന്ധികൾ കണ്ട് എന്തുകൊണ്ടെന്ന് ഉത്തരം കിട്ടാതെ നിരാശയോടെ വന്നിരിക്കുന്ന ചിലർ ഇന്ന് പകൽ ഇതിന്റെ അകത്തുണ്ട്. यहाँ पर कुछ लोग हैं जिनके जीवन में समस्या आने के बाद भी आपने ऐसा सोचा कि क्यों परमेश्वर की इच्छा होने के बाद भी ये बातें मेरे जीवन में घट गई। എന്നാൽ ഇന്ന് നീ അഭിമുഖീകരിക്കുന്ന ചില പ്രതിസന്ധികളിൽ ദൈവിക ഇടപെടൽ നടക്കുന്നത് നീ കാണുമെന്ന് ദൈവാത്മാവ് ആലോചന പറയുമ്പോൾ വിശ്വാസത്താൽ ആധാരം തുറന്ന് സ്തോത്രം പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. और उन परिस्थितियों के बीच में आप परमेश्वर के अद्भुत कार्य को देखोगे, उस बात का विश्वास यदि आपको है तो अपने हाथों को उठाकर परमेश्वर का धन्यवाद करें। ഹല്ലേലൂയ. हालेलुया। അതുപോലെ തന്നെ എനിക്ക് പഴയ നിയമത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള ഭക്തനായ ഇസ്ഹാക്ക്. और उसी प्रकार पुराने नियम में सबसे एक पसंदीदा जो मेरा भक्त है वो है इसहाक। ഏറ്റവും ഇഷ്ടപ്പെടാൻ കാരണം അദ്ദേഹം ഒരു പഞ്ചപാവമാണ്. और वो जो है वो एक बिल्कुल एक कबूतर के समान जो है वो एक भोला व्यक्ति है। എന്റെ ഗ്രാമീണ ഭാഷയിൽ പറഞ്ഞ ഒരു പച്ചപ്പാവം, और मेरे देशी भाषा में यदि बोलूं तो एक भोला कबूतर के समान, നിഷ്കളങ്കനായ മനുഷ്യൻ. बहुत ही एक सुंदर व्यक्ति। അദ്ദേഹം എത്രാമത്തെ വയസ്സിലാണ് വിവാഹം കഴിച്ചത്? कि कौन सी उम्र में उसने शादी की? ഒന്ന് സ്വതന്ത്രം പറഞ്ഞേ. ഇസ്ഹാക്ക് വിവാഹം കഴിക്കുമ്പോൾ അദ്ദേഹത്തിന് 40 വയസ്സ്. जब इसहाक ने शादी किया उस समय उसकी उम्र 40 साल की थी। എന്നാൽ തന്റെ ഭാര്യ മച്ചിയായിരുന്നത് കൊണ്ട് ഇസ്ഹാക്ക് യഹോവയോട് പ്രാർത്ഥിച്ചെന്ന. और उसकी पत्नी बांझ थी इसलिए इसहाक परमेश्वर से प्रार्थना करता है। എത്ര കൊല്ലം പ്രാർത്ഥനയുടെ മറുപടി കിട്ടാൻ പ്രാർത്ഥിക്കേണ്ടി വന്നു? और कितने साल इसहाक को उस विषय के लिए प्रार्थना करना पड़ा। ഇസ്ഹാക്കിന് ഏശാവും യാക്കോബും ഉണ്ടാകുമ്പോ और इसहाक को जब एसाव और याकूब जब पैदा होते हैं ഇസ്ഹാക്കിന് വയസ്സ് 60. उस समय इसहाक की उम्र जो है वो 60 साल हो चुकी। പ്രാർത്ഥനയുടെ മറുപടി വീട്ടിൽ വെളിപ്പെടാൻ 20 കൊല്ലം പ്രാർത്ഥിക്കേണ്ടി വന്നു. प्रार्थनाओं का जवाब घर में आने के लिए 20 साल का इंतजार करना पड़ा। പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, एक बात मैं आपको बता അബ്രഹാം 10-24 കൊല്ലം കാത്തിരുന്നപ്പോ എന്തെല്ലാം വളഞ്ഞ വഴിയിലോട്ട് പോയി. अब्राहम जब 15-20 साल जब इंतजार करना पड़ा तब कितनी बार जो है वो अपने मार्ग से विश्वास से भटका। എന്നാൽ 40-ാമത്തെ വയസ്സിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ഇസ്ഹാക്ക് 20 കൊല്ലം പ്രാർത്ഥിച്ചിട്ടും ഒരു വളഞ്ഞ വഴി സ്വീകരിച്ചില്ല. लेकिन 40 साल से जो प्रार्थना प्रारंभ किया हुआ है इसहाक जो है 60 साल तक 20 साल प्रार्थना करने के बीच में उसने बीच में कोई अलग मार्ग नहीं എന്താ अपनाया। അതിന്റെ കാരണം എന്ന് ഞാൻ പറയാം. उसका कारण क्या है? 75-ാമത്തെ വയസ്സിൽ അബ്രഹാമിനെ ദൈവം വിളിക്കുന്നത്. 75वीं साल की उम्र में परमेश्वर ने अब्राहम को बुलाया। പിറ്റേ വർഷം ഇസ്ഹാക്കിന് വേണമെങ്കിൽ ദൈവത്തിന് കൊടുക്കാം. और चाहिए तो इसहाक को अगले साल ही अब्राहम को परमेश्वर दे सकता था। പക്ഷെ 24 കൊല്ലം ദൈവം താമസിപ്പിച്ചു. लेकिन 24 साल परमेश्वर ने अब्राहम को इंतजार करवाया। അതെന്തിനാ അന്ന് താമസിച്ചതെന്ന് അബ്രഹാമിന് മനസ്സിലായില്ല. और उस समय अब्राहम को वो बातें समझ में नहीं आई। പക്ഷെ തലമുറയ്ക്ക് അത് നന്മയ്ക്ക് വേണ്ടിയായിരുന്നു. लेकिन आने वाली पीढ़ी के लिए वो भलाई के लिए बात എന്താ थी। അതിന്റെ നന്മയെന്നറിയാവോ? उसकी भलाई क्या थी? 40-ാമത്തെ വയസ്സ് മുതൽ 40 साल की उम्र से लेकर 20 കൊല്ലം പ്രാർത്ഥിക്കുമ്പോ
20 साल प्रार्थना करने तक ഇസഹാക്കിന് ഉറപ്പുണ്ടായിരുന്നു. इसहाक को एक पूर्ण विश्वास था। 75ാമത്തെ വയസ്സിൽ എന്നെ കുറിച്ച് എന്റെ അപ്പനോട് വാക്ക് പറഞ്ഞിട്ട് 75 साल की उम्र में मेरे पिताजी के साथ परमेश्वर ने जो प्रतिज्ञा की, 100ാമത്തെ വയസ്സിൽ എന്നെ കൊടുക്കാൻ എന്റെ ദൈവത്തിന് കഴിയുമെങ്കിൽ यदि 100 साल की उम्र में मेरे पिता को यदि परमेश्वर मुझे यदि दे सकता है तो 40ാമത്തെ വയസ്സിൽ പ്രാർത്ഥിക്കുന്ന ഞാൻ 100 കൊല്ലം പ്രാർത്ഥിക്കേണ്ടി വന്നാലും എനിക്കൊരു തലമുറയെ തരാൻ എന്റെ അപ്പന്റെ ദൈവം വിശ്വസ്തനാണെന്ന് ഇസഹാക്കിന് അനുഭവങ്ങളുടെ അടിത്തറയിലൂടെ ഉറപ്പുണ്ടായിരുന്നു. इसहाक को अपने अनुभव की गहराइयों में मालूम था कि जिस परमेश्वर ने 100 साल की उम्र में मेरे पिता को संतान दिया, वही परमेश्वर 40 साल से प्रार्थना करने प्रारंभ करते हुए यदि 100 साल तक भी यदि मैं प्रार्थना करूंगा तो परमेश्वर अवश्य मेरी प्रार्थना को सुनेगा। ഇന്ന് പകൽ അഭിഷക്തന്മാരെ ദൈവമക്കളെ ഞാൻ വിളിച്ചു പറയുന്നു, ചില കാര്യങ്ങളൊക്കെ താമസിക്കുന്നതിന്റെ പിന്നിലും തിന്മയ്ക്കല്ല നന്മയ്ക്ക് ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് താങ്കൾക്ക് മാത്രമല്ല താങ്കളുടെ തലമുറയ്ക്ക് പോലും അത് നന്മയായി കൂടി വ്യാപരിപ്പിക്കാൻ എന്റെ ദൈവം വിശ്വസ്തനാണെന്ന് ദൈവാത്മാവ് ആലോചന കൈമാറുമ്പോൾ ഹൃദയം തുറന്ന് ദൈവത്തിന് സ്തോത്രം പറയാൻ, കരമടിച്ച് ദൈവത്തെ അല്പനിമിഷം ആരാധിക്കാൻ മനസ്സുള്ള അഭിഷക്തന്മാർ ദൈവമക്കൾ കരമടിച്ച് അല്പനിമിഷം നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. मेरे प्रिय भाई और बहनों, कई बार हमारे प्रार्थना का जवाब कितने भी लंबे वर्ष क्यों ना हो जाए, लेकिन परमेश्वर जीवित है, वो सच्चा परमेश्वर है। हमारी आने वाली पीढ़ियों के लिए परमेश्वर हमेशा विश्वास योग्य रहेगा। ആമേൻ. അല്പനിമിഷം हालेलुया। ദൈവത്തെ ഒന്ന് ആരാധിക്കാം. थोड़ी देर तालियां बजाकर परमेश्वर की स्तुति करें। കരങ്ങളും അടിച്ച് हालेलुया, हालेलुया। ശബലബരബലബരഗരഗരഗസിയാദന. റുബലബരഗരഗരഗസിയാദന റബൽ ഖബദജനാദന. ശബലബരഗരഗരഗസിയാദന. ഹല്ലേലൂയ. ശബലബരബലബരഗരഗസിയാദന. ഹല്ലേലൂയ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനോട് ശക്തമായി പറയുന്നു, पवित्र आत्मा बड़े सामर्थ्य रूप है। നിങ്ങൾ പ്രതീക്ഷിച്ച സമയത്ത് आपने जो अपेक्षा रखी थी उस समय पर ചില പ്രാർത്ഥനയുടെ മറുപടികൾ കിട്ടപ്പെടായിക നിമിത്തം आपको प्रार्थना का जवाब नहीं मिलने के ഇനി कारण പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, कि आपने सोचा कि अब प्रार्थना ആ करने से कोई फायदा വിഷയത്തിന് नहीं, മറുപടി ഇല്ല अब मेरी प्रार्थना का जो है वो जवाब नहीं मिलेगा, എന്ന സാഹചര്യത്തിന്റെ സമ്മർദ്ദത്താൽ തീരുമാനിച്ച് क्योंकि परिस्थितियों के आपके ऊपर जब हावी होने के कारण പ്രാർത്ഥനാ വിഷയം എഴുതി തള്ളിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ यहाँ पर यदि किसी ने भी अपने प्रार्थना को यदि छोड़ दिया है या रोक दिया है, ദൈവാത്മാവ് പറയുന്നു, परमेश्वर की आत्मा कह ചില रही है പ്രാർത്ഥനാ വിഷയങ്ങൾ പൊടി തട്ടിയെടുത്തുകൊള്ളുക. और प्रार्थना के उन विषयों को वापस आप ले ले। നീ അസാധ്യമെന്നും ഇനി മറുപടിയില്ലെന്നും പറഞ്ഞ് എഴുതി തള്ളിയ ചില വിഷയങ്ങൾക്ക് മറുപടി തരാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് KJ തോമസ് അല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നമ്മോട് സംസാരിക്കുന്നു. ദൈവ ശബ്ദത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. जिन विषयों को आपने सोचा है कि परमेश्वर मेरी प्रार्थनाओं का जवाब नहीं देगा, अब यह असंभव हो गया है, मैं परमेश्वर की आत्मा से कहना चाहता हूं, परमेश्वर अवश्य उसका जवाब देने जा रहा है। ആമേൻ. हालेलुया। ചില പ്രാർത്ഥനാ വിഷയങ്ങൾക്കൊക്കെ ദൈവം മറുപടി തരുമ്പോഴുണ്ടല്ലോ, कुछ प्रार्थना के विषयों का जवाब परमेश्वर देता है, നമുക്ക് പോലും അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ അല്പ പ്രയാസം വരും. वो जवाब जब मिलता है तो वो उसको भी ग्रहण करने के लिए हमें बड़ा असमंजस होता है। വേദപുസ്തകത്തിൽ നിന്ന് തന്നെ ഞാൻ തെളിയിച്ചു തരാം. और पवित्र शास्त्र से ही वो मैं आपको स्पष्ट करना चाहता हूँ। ശ്രദ്ധിക്കുക, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 12ാം അധ്യായം. प्रेरितों के काम 12वें अध्याय में हम देखते हैं। വായിക്കണ്ട, എന്നെ നോക്കിയിരുന്നാ മതി. पढ़ने की जरूरत नहीं, सिर्फ मेरी तरफ देखो। പത്രോസ് കാരാഗ്രഹത്തിൽ കിടക്കുക. पतरस जो है वो बंदीगृह में है। മർക്കോസ് എന്നും മറുപേരുള്ള യോഹന്നാന്റെ അമ്മ മറിയയുടെ നേതൃത്വത്തിൽ ആ വീട്ടിൽ ഇങ്ങനെ അദ്ദേഹത്തിന്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥന നടന്നുകൊണ്ടേയിരിക്കുക. पतरस के छुटकारे के लिए मरकुस जो यूहन्ना की जो माता है उसके नेतृत्व में उनके घर में जो है प्रार्थना सभा चलाई जा रही है। പ്രാർത്ഥനയുടെ മറുപടിയായി ദൂതൻ കാരാഗ്രഹത്തിൽ ഇറങ്ങി. और प्रार्थना के जवाब के फलस्वरूप में परमेश्वर का स्वर्गदूत जो है वो कारागृह में उतर के आ गया। ഞാൻ ആ വാക്യമൊക്കെ വായിക്കുമ്പോൾ ഒത്തിരി ചിരിക്കാറുണ്ട്.
और जब कभी मैं उस भाग को पढ़ता हूँ तो मैं बहुत हंसता हूँ। ദൂതൻ ഇറങ്ങി തോളെ തട്ടി ചെരുപ്പിട് അരകെട്ട് നടക്കാനൊക്കെ പറയാണ്. और दूत उतर कर आकर उसके छाती पे पसली में मार कर कहता है, उठ खड़ा हो, अपनी सैंडल को तू पहन ले, अब तुझे यहाँ से निकलना है। പത്രോസിന്റെ ചിന്ത ഇതെല്ലാം സ്വപ്നമാണ്. और पतरस सोच रहा है कि मैं नींद में स्वप्न देख रहा हूँ। ഈ നല്ല സ്വപ്നം കാണുമ്പോൾ നമ്മുടെ ചിന്ത, ദൈവമേ ഇത് തീരാതിരുന്നെങ്കിൽ നടന്നിരുന്നെങ്കിൽ എന്നാ നല്ലതായിരുന്നു. और कई बार जब अच्छे स्वप्न को देखते हैं तो हम ये सोचते हैं कि ये स्वप्न खत्म ना हो, ऐसे ही चलता रहे। ചെരുപ്പിട്ട് അരകെട്ടി നടക്കുമ്പോഴും പത്രോസിന്റെ അകത്തെ ചിന്ത, ദൈവമേ ഇത് നടന്നിരുന്നെങ്കിൽ എന്നാ നല്ലതായിരുന്നു. और നല്ല जब സ്വപ്ന. पतरस जो है अपनी चप्पल को पहनकर जब वो कारागृह से बाहर निकल रहा था तो पतरस शायद सोच रहा हो कि यदि वास्तव में ऐसे ही होता तो कितना अच्छी बात होती। സ്വപ്നമല്ല യാഥാർത്ഥ്യമാണെന്ന് അറിഞ്ഞത് ദൂതൻ പോയി കഴിഞ്ഞാണ്. और दूत जब उसके पास से हट गया, चला गया, तब पतरस को मालूम चला ये स्वप्न नहीं है, ये यथार्थ में मेरे साथ घट रहा എഴുതി है। വെച്ചോ, നിങ്ങളുടെ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത വിടുതലുകൾ പ്രാർത്ഥനയിലൂടെ ചെയ്യാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. मेरे प्रियो, आप लिख लीजिए कि प्रार्थना का जवाब के द्वारा जो है आपके चिंता में, आपके मन में जो जो बातें हैं, उन बातों को भी परमेश्वर यथार्थ में लेकर आता है। വിശ്വാസത്താൽ ആമേൻ പറഞ്ഞു പറ. विश्वास के साथ प्रभु का धन्यवाद करें। എന്റെ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയാത്ത, എന്റെ യുക്തിക്കും ബുദ്ധിക്കും അപ്പുറത്ത് അസാധാരണ കാര്യങ്ങൾ പ്രാർത്ഥനയുടെ മറുപടിയായി ചെയ്യാൻ എന്റെ ദൈവം വിശ്വസനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് ആധരം തുറന്ന് കരമുയർത്തി സ്തോത്രത്തോടെ പറയാൻ എത്ര പേരുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. मेरे मन की बातें मेरे बुद्धि से बढ़कर, मेरी समझ से भी बढ़कर, प्रार्थना के फलस्वरूप उन बातों को मेरे जीवन में हकीकत में लाने वाला परमेश्वर आज भी जीवित है। उस बात को याद करके परमेश्वर का धन्यवाद करें। ഹല്ലേലൂയ. ഹല്ലേലൂയ. ആശയം പറയാനാണ് ഞാൻ ഇവിടെ വന്നേ. यहाँ पर एक बात, एक आशय बताने के लिए मैं आया। പ്രാർത്ഥിച്ച വീടിന്റെ വാതിൽക്കൽ വന്ന് പത്രോസ് മുട്ടി. और प्रार्थना के पश्चात हम देखते हैं कि उस घर के द्वार पर आकर पतरस खटखटाता രോധ है। എന്ന ബാല്യക്കാരി ആ ഡോറിന്റെ സമീപത്ത് വന്ന് ചെവി കൂർപ്പിച്ചു. और रूदे नाम की जो दासी थी वो दरवाजे के पास आकर कान लगाकर सुन रही है। പത്രോസ് ആണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. और उसको मालूम चल गया कि ये पतरस है। പക്ഷെ എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം എഴുതിയിട്ടുണ്ട്. लेकिन एक बात जो मेरी समझ में नहीं आया, वो मैं आपको बताऊं। സന്തോഷത്താൽ വാതിൽ തുറക്കാതെ और खुशी के साथ दरवाजा खोले बिना, എന്റെ ചോദ്യം ഇതാ, मेरा सवाल ये है, ആർക്ക് വേണ്ടിയാ പ്രാർത്ഥിച്ചേ? किसके लिए प्रार्थना किया? ഇങ്ങൾക്ക് വേണ്ടിയല്ലേ? पतरस के लिए प्रार्थना की। പ്രാർത്ഥനയുടെ മറുപടി അല്ലേ ഡോറിന്റെ വാതിൽക്ക് നിൽക്കുന്നേ? अभी दरवाजे के सामने जो है वो प्रार्थना का जवाब है। സന്തോഷം കൂടി ആ ഡോർ തുറന്ന് പ്രാർത്ഥനയുടെ മറുപടിയെ കാണുകയല്ലേ ചെയ്യണ്ടേ? और उस प्रार्थना का जवाब मिल गया, इसलिए खुशी के साथ दरवाजे को खोलकर पतरस को स्वीकार അപ്പൊ कर। ഇവള് വാതിൽ തുറക്കാതെ സന്തോഷത്തോടെ അകത്ത് പോയത് ഞാൻ പിന്നീട് പറയാം. लेकिन ये दासी ने खुशी के कारण दरवाजे खोले बिना वो वापस अंदर गई। എന്നാ അതിന്റെ കാര്യം എന്നറിയോ? उसका कारण क्या ഈ मालूम? സന്തോഷം അങ്ങോട്ട് കൂടിയപ്പോ जब खुशी ज्यादा बढ़ गई, എന്നാ ചെയ്യണമെന്നൊരു പിടിയില്ല. उसको यही नहीं मालूम क्या करूं क्या नहीं करूं। അത് ചില പ്രാർത്ഥനയുടെ മറുപടികൾ ദൈവം തരുമ്പോൾ ഒരു സമ്മിശ്ര വികാരം നമുക്കുണ്ടാവും. और इस प्रकार कई बार जब परमेश्वर प्रार्थना को जवाब देता है तो उस खुशी के कारण हम समझ में नहीं पाते क्या करना, क्या नहीं വാതിൽ തുറന്ന് പ്രാർത്ഥനയുടെ മറുപടി കാണണോ, करना। और कि दरवाजा खोलकर प्रार्थना का जवाब देखो, അതോ സഹപ്രവർത്തകരോട് ഈ സന്തോഷം പങ്കുവയ്ക്കണോ? या फिर उस खुशी को जो मैं दूसरे लोगों के साथ जो प्रार्थना कर रहे हैं उनके साथ मैं बांटूं। അതേ പ്രിയരെ, ദൈവം ചില കാര്യങ്ങളിൽ പ്രവർത്തിക്കുമ്പോ, मेरे प्रिय परमेश्वर कई बार जब हमारी प्रार्थना को जवाब ചില देता है, പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ദൈവം മറുപടി തരുമ്പോ जब परमेश्वर प्रार्थना को जवाब देता है കണ്ണുനീരോടെ നെടുമ്പാട് വീഴണോ, और कि हम आंसुओं के साथ परमेश्वर के गुप्त സന്തോഷം में കൊണ്ട് गिरे, തുള്ളിച്ചാടണോ എന്നറിയാൻ കഴിയാത്ത, या फिर हम खुशी से हम उछले कूदे, സമ്മിശ്ര വികാരങ്ങളുടെ വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്ന, और जब कभी हमारे जीवन में इस प्रकार की भावनाओं से गुजरते हैं, ആമേൻ, മറുപടികൾ തരാൻ ദൈവം വിശ്വസ്തനാണ്. मेरे प्रियो हमारा परमेश्वर जो है वो जवाब देने के लिए विश्वास योग्य है। ഇതുവരെയുള്ള ക്രിസ്തീയ ജീവിതത്തിൽ अभी तक के मसीही जीवन में ഇങ്ങനെയുള്ള എത്രയോ അനുഭവങ്ങളിലൂടെ ആമേൻ. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യത്തക്ക നിലയിൽ പ്രാർത്ഥനയുടെ മറുപടി കരഗതമാക്കിയത് ഇവിടെ ഇരിക്കുന്ന അഭിഷക്തന്മാർ ദൈവമക്കൾ ആ ദൈവത്തിന് ആധാരം തുറന്ന് സന്തോഷത്തോടെ സ്തോത്രം പറയാം എത്ര പേർക്ക് മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. हमारे मसीही जीवन में कितने बार हमारे जीवनों में ऐसे समय आए जब परमेश्वर ने हमारी सोच समझ से बढ़कर, हमारी प्रत्याशा से बढ़कर प्रार्थनाओं का जवाब दिया, और उस समय आंसुओं के साथ, खुशी के साथ
हमने परमेश्वर की महिमा की, आज भी उसी बात को याद करके अपने हाथों को उठाकर परमेश्वर की महिमा कर। ഹല്ലേലൂയ. हालेलुया। വേറൊരു ആശയം കൂടെ ഞാൻ ഇവിടെ പറയാം. एक और बात जो है आशय में आप तक ഈ पहुंचाना। രോദ എന്ന ബാല്യക്കാരി ये रोदा जो दासी थी, പ്രാർത്ഥിക്കുന്നവരോട് പറയാ, प्रार्थना करने वाली बहनों से करे। പത്രോസ് വന്നു വാതിൽക്കൽ മുട്ടുന്നു. पतरस जो है दरवाजे पर आकर खटखटा रहा ഉടനെ है। ഇവര് പറയാണ്, तब इन लोग कहते हैं നിനക്ക് ഭ്രാന്ത. कि तुझे जो है तुझे तो पागल है। അത് പത്രോസ് അല്ല, അവന്റെ ദൂതനാ. वो पतरस नहीं, लेकिन उसका कोई दूत होगा। നമ്മൾ സാധാരണ അവരെ കളിയാക്കും, അവർക്ക് വിശ്വാസം ഇല്ലാഞ്ഞിട്ടാണ്. और हम लोग कई बार उनका मजाक करेंगे कि उन बहनों को विश्वास ഞാൻ नहीं था। പറയുന്നു അവർക്ക് നല്ല വിശ്വാസമുണ്ട്. उनको अच्छा विश्वास है। എന്താ അതിന്റെ ഉറപ്പ്? उसका कारण क्या है? നേരം പരിവര വെളുക്കാൻ പോവാ, क्योंकि अभी भोर होने वाली है, പക്ഷെ എന്നിട്ടും പ്രാർത്ഥന നിർത്തിയിട്ടില്ല. लेकिन अभी तक भोर होने तक भी प्रार्थना रुकी नहीं। പത്രോസ് ഡോറിന്റെ അവിടെ വന്ന് നിൽക്കുമ്പോഴും അദ്ദേഹത്തിന് വേണ്ടി ഇവിടെ പ്രാർത്ഥന തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. पतरस दरवाजे के पास खड़ा है, तब भी जो है उसके लिए प्रार्थना लगातार की जा रही है। അപ്പൊ പ്രാർത്ഥന നിർത്തിയിട്ടില്ല. प्रार्थना अभी रुकी नहीं है। നിർത്താത്തതിന്റെ കാരണം नहीं रुकने का कारण, പത്രോസിനെ വിടുവിക്കുമെന്ന് ഇവർക്ക് ഉറപ്പുണ്ട്. इनको पूर्ण विश्वास है कि पतरस अवश्य छूट कर आएगा। അദ്ദേഹത്തിന്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. उसके छुटकारे लिए प्रार्थना कर रहे हैं। പിന്നെന്താ ഇവര് പറയുന്നത്? ഇത് അവനല്ല, അവന്റെ ദൂതനാ, നിനക്ക് ഭ്രാന്താന്ന്. फिर ये क्यों कह रहे हैं कि वो पतरस नहीं, उसका स्वर्गदूत होगा, तुझे पागल है? കാരണം ഇത്രയേ ഉള്ളൂ. कारण इतना ही ഈ है। പ്രാർത്ഥനയുടെ മറുപടി इस प्रार्थना का जो जवाब है, ഇത്ര വേഗത്തിൽ ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുമെന്ന് അവരുടെ അജണ്ടയിലില്ല. क्योंकि उन्होंने कभी नहीं सोचा कि प्रार्थना का जवाब जो है इतनी जल्दी मिल जाएगा। എഴുതി വെച്ചോ ആത്മാവ് പറയുന്നത്. और आत्मा जो कह रहा है, आप लिख के നിന്റെ रखिए। അജണ്ടയ്ക്ക് പുറത്ത്, आपके योजना, आपके നിന്റെ एजेंडा के साथ, കണക്കുകൂട്ടലുകൾക്ക് അപ്പുറത്ത്, आपके गुना भाग करने से നിന്റെ बढ़कर, പ്രതീക്ഷകൾക്ക് അപ്പുറത്ത് आपके प्रत्याशा से ഇത് बढ़कर, യഹോവയാൽ സംഭവിച്ചു. परमेश्वर कई बार आपको മനുഷ്യരുടെ ദൃഷ്ടിയിൽ ആശ്ചര്യവുമായിരിക്കുന്നു എന്ന് തുള്ളിച്ചാടി സ്തോത്രം ചെയ്ത് പറയത്തക്ക നിലയിൽ അസാധാരണ പ്രാർത്ഥനയുടെ മറുപടി നമുക്ക് വേണ്ടി ചലിക്കുന്ന നാളുകൾ വിദൂരമല്ലെന്ന് ആത്മാവ് പ്രവചിച്ചാലോചന പറയുമ്പോ ആധാരം തുറന്നു സ്തോത്രം പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അവരെ ആധാരം തുറന്ന കരമടിച്ച് അല്പനിമിഷം അഭിഷേകത്തിൽ ദൈവത്തെ ആരാധിച്ച് ചില കുടുംബങ്ങളിൽ ദൈവശക്തി വ്യാപരിക്കുന്നു. ചില തലമുറകളുടെ വിഷയത്തിൽ ദൈവശക്തി വ്യാപരിക്കുന്നു. അഭിഷക്തന്മാരുടെ മിനിസ്ട്രിയിൽ ദൈവശക്തി വ്യാപരിക്കുന്നു. ദൈവസഭകളിൽ അസാധാരണ മാറ്റങ്ങൾ പ്രാർത്ഥനയിൽ സംഭവിക്കാൻ പോകുന്നു. എത്ര പേർക്ക് സ്തോത്രം പറയാൻ ആത്മാവിൽ നിയോഗമുണ്ട്? Jesus, hallelujah। आपकी प्रार्थनाओं का जवाब परमेश्वर आपके सोचने समझने से बढ़कर परमेश्वर देने जा रहा है। आपके व्यक्तिगत जीवन में, आपके परिवार में, आपकी कलीसियाओं में आने वाले दिनों में आप बड़े अद्भुत कार्यों को, प्रार्थना के जवाब को देखने जा रहे हैं। हालेलुया, ഹല്ലേലൂയ. हालेलुया। പരിശുദ്ധാത്മാവിനോട് ശക്തമായി പറയുന്നു, पवित्र आत्मा बड़े सामर्थ्य, നിങ്ങളുടെ കണക്കുകൂട്ടലുകൾക്കപ്പുറത്ത്, आपके गुना भाग करने से बढ़कर, പ്രതീക്ഷകൾക്കപ്പുറത്ത്, आपके प्रतीक्षा से बढ़कर, യുക്തിക്കപ്പുറത്ത് आपकी युक्तियों से बढ़कर ഇതെങ്ങനെ സംഭവിച്ചു ये कैसे होगा? എന്ന് നിങ്ങൾക്ക് എത്തും പിടിയും കിട്ടാത്ത നിലയിൽ आपको सोचने समझने से बढ़कर 100% ഇത് ദൈവപ്രവൃത്തി അല്ലാതെ മറ്റൊന്നല്ലെന്ന് സ്തോത്രം ചെയ്ത് പറയത്തക്ക നിലയിൽ അസാധാരണ പ്രാർത്ഥനയുടെ മറുപടി നമുക്ക് വേണ്ടി സ്വർഗം തരാൻ പോകുന്നു എന്ന് ആത്മാവ് ആലോചന പറയുന്നു. വിശ്വാസത്താൽ ആമേൻ പറയാൻ എത്ര പേർക്ക് നിയോഗമുണ്ട്? കരങ്ങൾ ജനന്നുകൂടെ കാണട്ടെ. കരവും ശബ്ദവും എത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. परमेश्वर की आत्मा बड़े स्पष्ट रीति से बता रही है, आपके सोचने समझने से बढ़कर ये कार्य कैसे होगा, कब मेरी प्रार्थना का जवाब मिलेगा। परमेश्वर अवश्य आपके उस कार्य को आपके जीवन में सफल करने जा रहा है। ആമേൻ. हालेलुया। ശാന്തമായി ഇനി ഞാൻ വിഷയത്തിലേക്ക് മടങ്ങി വരാം. वापस मैं अपने विषय में वापस आना चाहता हूँ। അപ്പൊ അനന്യാസ് നേർവീതി എന്ന സ്ഥലത്ത് യൂദായുടെ വീട്ടിൽ പോയി. अब हनन्याह जो है वो सीधी नाम की गली में यहूदा के घर में पहुंचा, ശൗലിനു വേണ്ടി പ്രാർത്ഥിച്ചു. शाऊल के लिए प्रार्थना किया। അവന്റെ കണ്ണിൽ നിന്ന് ചെറുമ്പല് പോലെ വീണു. उसकी आंखों से छिलके के समान गिरे, കാഴ്ച തിരിച്ചു കിട്ടി. उसको अपनी दृष्टि वापस मिली വിശ്വാസ സ്നാനം സ്വീകരിച്ചു. और वहां पर उसने विश्वास का बपतिस्मा लिया। അവിടെ 2-3 ദിവസം പാർത്തു. 2-3 दिन उनके घर में रहा। എല്ലാരും എന്റെ കൂടെ വരണേ. सब लोग मेरे അല്പചരിത്രം. साथ चलिए।
എന്നിട്ട് നേരെ അറേബ്യൻ മരുഭൂമിയിലേക്ക് പോയി. और उसके पश्चात वहां से सीधे वो अरब देश में चला गया. കർത്താവിന്റെ തിരുമേശയെ സംബന്ധിച്ച് പൗലോസ് പറയുന്നു, और प्रभु की मेज के भाग में पौलुस इस प्रकार कहता ഞാൻ है, കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തതെന്തെന്നാ. और यह बात मुझे प्रभु से पहुंची इसलिए मैं तुम्हें बता देता हूँ. ഗലാത്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നു, गलतियों की पत्री में पौलुस इस प्रकार ഞാൻ कहता है, മനുഷ്യരിൽ നിന്നൊന്നും പ്രാപിച്ചിട്ടില്ല, മനുഷ്യരിൽ നിന്നൊന്നും പഠിച്ചിട്ടില്ല. मैंने मनुष्य से ना तो प्राप्त किया ना ही मनुष्य से मैंने सीखा. എനിക്ക് ലഭ്യമായതെല്ലാം ദൈവിക വെളിപ്പാടുകളാണ്. मैंने जो कुछ प्राप्त किया वो सिर्फ परमेश्वर के प्रकाशन से प्राप्त किया. പൂർവ്വപിതാക്കന്മാർക്കും പ്രവാചകന്മാർക്കും മറയപ്പെട്ടിരുന്ന ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ മറച്ചു വച്ചിരുന്ന ദൈവത്തിന്റെ തിരുസഭ എന്ന മഹാമർമ്മത്തെ ഏറ്റവും കൂടുതൽ ദൈവം വെളിപ്പെടുത്തി കൊടുത്തത് പൗലോസിനാണ്. और परमेश्वर के हृदय में और परमेश्वर के भेदों को और रहस्यों को बताने के लिए जो बातें परमेश्वर ने पूर्वज में भविष्यद्वक्ताओं को और अन्य लोगों को नहीं बताया, वो तमाम प्रकाशन सबसे ज्यादा पौलुस को परमेश्वर ने ആ बताया. വെളിപ്പാടുകളെല്ലാം അദ്ദേഹം പ്രാപിച്ചത് അറേബ്യൻ മരുഭൂമിയിൽ और വെച്ച്. वो सारे प्रकाशन पौलुस ने जो है उस अरब देश में प्राप्त किया. അറേബ്യൻ മരുഭൂമിയിൽ നിന്നും വീണ്ടും പൗലോസ് തിരിച്ച് ദമസ്കോസിൽ വന്നു. और अरब देश से उन तमाम प्रकाशनों को प्राप्त करके पौलुस जो है वापस दमिश्क में ഒന്നുകൂടെ आता ഞാൻ है. പറയാം, യെരൂശലേമിൽ നിന്ന് ഉപദ്രവകാരിയായി ദമസ്കോസിൽ എത്തുന്നു. യെരൂശലേമിൽ നിന്ന് यरूशलेम से पत्रों को लेकर जो है वो दमिश्क में जाता है. അവിടെ വെച്ച് ദൈവത്താൽ സന്ദർശിക്കപ്പെടുന്നു. वहां पर प्रभु यीशु से उसकी मुलाकात होती है. 3 ദിവസം നേർവീതി എന്ന സ്ഥലത്ത് യൂദായുടെ വീട്ടിൽ പാർക്കുന്നു. और 3 दिन जो है वो सीधी गली में यहूदा के घर में रहता है. അനന്യാസ് ചെന്ന് പ്രാർത്ഥിക്കുന്നു, और हनन्याह उसके लिए प्रार्थना करता കാഴ്ച है കിട്ടുന്നു, സ്നാനപ്പെടുന്നു, और उसको दृष्टि मिलती है, बपतिस्मा लेता है, അറേബ്യൻ മരുഭൂമിയിലേക്ക് പോകുന്നു. अरेबिया देश में जाता है ഒരു മാസത്തിലധികം അവിടെ സമയം ചെലവഴിക്കുന്നു. और वहां पर एक लंबा समय व्यतीत करता है. തിരികെ വീണ്ടും ദമസ്കോസിൽ വരുന്നു. वापस वो दमिश्क में आता है അവിടെ അദ്ദേഹം മിനിസ്ട്രി ആരംഭിക്കുകയാണ്. और वहां पर आकर वो अपनी सेवकाई को प्रारंभ करता है. ദമസ്കോസിൽ അനേകരോട് യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചു. प्रभु यीशु मसीह के बारे में दमिश्क के लोगों को उसने बताया. അവിടുത്തെ യഹൂദന്മാർ ഇദ്ദേഹത്തിനെതിരെ അസൂയ കൊണ്ട് അരിശം കൊണ്ട് നശിപ്പിക്കാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തു. और वहां के यहूदी लोगों ने इसको नाश करने के लिए योजना षड्यंत्र बनाना शुरू किया. കൊല്ലാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചപ്പോ उसे मार डालने का षड्यंत्र रचा. ദമസ്കോസിലുള്ള ദൈവമക്കൾ വളരെ ബുദ്ധിയുള്ളവരാണ്. और दमिश्क के विश्वासी जो लोग थे वे काफी बुद्धिमान थे. അദ്ദേഹത്തെ ഒരു കൊട്ടയ്ക്കകത്ത് ഇറക്കി और वहां के लोगों ने एक टोकरी में उसको रख दिया കയറ് കെട്ടി മതിൽ വഴി ഇറക്കി വിട്ടു. और शहरपना के बाहर से उसे रस्सी से नीचे उतार दिया. ഞാൻ പലപ്പോഴും അതൊക്കെ ഓർക്കുമ്പോൾ ദൈവത്തിന് സ്വത്രം പറയാറുണ്ട്. कई बार उस घटना को याद करके मैं प्रभु को धन्यवाद देता 3 हूँ. വർഷങ്ങൾക്ക് പിറകിൽ ഇവൻ എങ്ങനെ ഇവിടെ വന്നെന്നറിയാവോ? 3 साल के बाद किस प्रकार ये यहाँ पर आया. വാഹന മൃഗത്തിന്റെ പുറത്ത് നെഞ്ചു വിരിച്ച് തല ഉയർത്തി പിടിച്ച് അഹങ്കാരത്തിന്റെ പാരമ്യത്തിലാ വന്നത്. और 3 साल पहले जो है वो मृग के ऊपर बैठकर जो है बड़े घमंड के साथ अहंकार के साथ वो आ रहा था. തിരിച്ചു പോയത് എങ്ങനെയാണെന്നറിയാവോ? अब वापस कैसे जा रहा है वो? കൊട്ടയ്ക്കകത്ത് ഒതുങ്ങിയ. टोकरी के अंदर छुप के जा रहा है. ദൈവത്തിന് രൂപാന്തരപ്പെടുത്താൻ കഴിയാത്തവരാരുമില്ല. परमेश्वर कोई भी व्यक्ति ऐसा नहीं जिसको ദൈവത്തിന് ഒതുക്കാൻ കഴിയാത്തവരാരുമില്ല. ऐसा कोई भी नहीं है जिसको परमेश्वर सीधा ना कर सके. എഴുതി വെച്ചോ, आप लिख के रख നമ്മുടെ लीजिए. ശാസനയ്ക്കും ശിക്ഷണത്തിനും ഒതുക്കാൻ കഴിയാത്ത ചിലത്. और ऐसे लोग जो नियम और कानून के अंतर्गत सीधे नहीं हो पाते. അങ്ങനൊന്നും ഒതുങ്ങുകയില്ലെന്ന് നമ്മൾ ചിന്തിക്കുന്ന പലതും ദൈവത്തിന്റെ സന്ദർശനത്താൽ ഒതുങ്ങപ്പെടുന്നത് നമ്മുടെ കണ്ണുകൊണ്ട് കാണുമെന്ന് ഇന്ന് പകൽ ദൈവാത്മാവ് വചനത്തിലൂടെ ആലോചന പറയുമ്പോ ആധാരം തുറന്ന് ദൈവത്തിന് സ്തോത്രം പറയാൻ വിശ്വാസമുള്ള എത്ര പേരുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. और इस जिन लोगों के बारे में हम सोचते हैं ये कठोर है, विकृत मांसकृति के हैं, उन लोगों को भी परमेश्वर जो है अपनी मुलाकात के द्वारा सीधा कर देता है. हालेलुया. ആമേൻ. ഞാൻ നിങ്ങളോട് ഒരു നിയോഗം കൊണ്ടൊരു ദൂത് പറയുക. मैं परमेश्वर की तरफ से प्राप्त हुए उस नियोग के द्वारा एक संदेश आप तक देता हूं. അവരൊന്നും മാനസാന്തരപ്പെടത്തില്ല, അവരൊന്നും രൂപാന്തരപ്പെടത്തില്ലെന്ന് ആരെ കുറിച്ച് മുൻവിധി വേണ്ട. इसलिए किसी के बारे में ये ना सोचे कि वो तो अब मन फिरा नहीं सकता, उसका मन बदलना ദൈവത്തിന് ഒതുക്കാൻ കഴിയാത്തവരില്ല. ऐसा कोई भी व्यक्ति नहीं है जिसको परमेश्वर
उद्धार ना कर सके। ദൈവത്തിന് രൂപാന്തരപ്പെടുത്താൻ കഴിയാത്തവരില്ല. कोई भी नहीं जिसको परमेश्वर मन फिराव की अवस्था എഴുതി में വെച്ചോ, लाए। ഈ ദൂത് ഇവരൊക്കെ എങ്ങനെ ഇങ്ങനെ വന്നെന്ന് ആശ്ചര്യം തോന്നുമാറ് ചിലതിനെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവപ്രവൃത്തി നമ്മുടെ രാജ്യങ്ങളിൽ സംഭവിക്കും, നമ്മുടെ പട്ടണങ്ങളിൽ സംഭവിക്കും, നമ്മുടെ ഗ്രാമങ്ങളിൽ സംഭവിക്കും. എത്ര പേർക്ക് വിശ്വാസത്താൽ ആധാരം തുറന്ന് ആമേൻ പറയാൻ നിയോഗമുണ്ട്? അവരുടെ കരം ഞാൻ ഒന്നുകൂടെ കാണട്ടെ. വിശ്വാസത്താൽ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ദൈവത്തിന് അത് ചെയ്യാൻ കഴിയും. ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല. आप लिख लीजिए, जिन जिन लोगों के बारे में आपने सोचा है, आप आने वाले दिनों में देखेंगे आपके परिवार में, आपके कलीसिया में, आपके शहर में उन लोगों को परमेश्वर एक मुलाकात के द्वारा परमेश्वर के मार्ग में लाकर बड़े अद्भुत रीति से उनके जीवन को परिवर्तित करेगा, क्योंकि परमेश्वर विश्वासी हो गया है और वो अवश्य करेगा। ആമേൻ. हालेलुया। ശ്രദ്ധിക്കുക, പൗലോസ് 3 വർഷങ്ങൾക്ക് ശേഷം ദമസ്കോസിൽ നിന്ന് യെരുശലേമിലെത്തി. अब 3 साल पश्चात जो है पौलुस जो है वो दमिश्क से अभी वापस यरूशलेम पे जा रहा है। ചെന്നായെ പോലെ പോയവൻ കുഞ്ഞാടിനെ പോലെ മടങ്ങി വന്നു. और यहाँ पर हम देखते हैं वो जो एक कुत्ते के समान जो गया था, अभी एक मेमने के समान वो वापस आया है। യെരുശലേം മുഴുവൻ ഇളകി മറിയേണ്ടതാ. और यरूशलेम जो है अभी तो पूरा उथल पुथल हो जाना പക്ഷെ था, എനിക്ക് സങ്കടം തോന്നിയ ഒരു ഭാഗം അവിടെ ഉണ്ട്. लेकिन वहां पर एक बात है जिससे मैं काफी शोकित होता हूँ। ആരും അവനെ കൂട്ടത്തിൽ കൂട്ടിയില്ല. किसी ने भी उसको अपने साथ रखना नहीं चाहा। എന്റെ ചോദ്യം, അത്യാവശ്യം സുവിശേഷ യോഗത്തിനൊരു സാക്ഷിയെങ്കിലും കൊടുക്കേണ്ടതല്ല? कम से कम ऐसी छोटी सी साधारण सभाओं में कम से कम एक गवाही का मौका उसको देना था। സുവിശേഷ യോഗവും സംഗീതവിരുന്നും. और शुभ संदेश और संगीत सभा में അന്ന് പ്രഭാഷണ വേദിയിൽ കത്തിക്കയറി നിൽക്കുന്നത് പത്രോസാ. और वहां पर जो है वहां के संदेश देने के लिए पतरस खड़ा होता है, പ്രസംഗകൻ പത്രോസ്, സാക്ഷ്യം ശൗൽ. और जो है मुख्य संदेश जो है वो पतरस का, गवाही जो है वो शाऊल की। പാവത്തിന് സാക്ഷ്യത്തിന് പോലും അവസരമില്ല. लेकिन शाऊल को जो है गवाही का मौका भी नहीं दिया गया। ആരും കൂട്ടത്തിൽ കൂട്ടിയില്ല. कोई भी व्यक्ति जो है, कोई भी प्रेरित जो है शाऊल को अपने साथ रखना नहीं चाहा। ഞാനൊരു കാര്യം പറയാം. एक बात मैं आपको बताना चाहता हूँ, സ്നേഹത്തിന്റെ അപ്പോസ്തലനായ യോഹന്നാൻ यूहन्ना जो है वो प्रेम का प्रेरित है। ആരെ കിട്ടിയാലും ചേർത്ത് പിടിക്കുന്ന ആളാ. कोई भी व्यक्ति है तो उसको अपने गले से लगा लेता है, അദ്ദേഹം പോലും ഇദ്ദേഹത്തെ ചേർത്ത് പിടിച്ചില്ല. लेकिन उस यूहन्ना ने भी शाऊल से किनारा कर लिया। ചിലപ്പോഴെങ്കിലും ചില ഒറ്റപ്പെടുത്തപ്പെടലിലൂടെ നമ്മൾ പോകേണ്ടി വരും. कई बार हमको इस प्रकार के एकांतवास से होकर गुजरना എന്നാൽ होगा, ആ ഒറ്റപ്പെടുത്തലുകളും എന്നെ തകർക്കാനല്ല, എന്നെ പണിയാനുള്ള ദൈവ പദ്ധതിയാണെന്ന് ഇന്ന് പകൽ ഉറപ്പുണ്ടെങ്കിൽ അവിടെ നിരാശ ഉണ്ടാകുകയില്ല, മനുഷ്യനോട് മുഷിച്ചിലും ഉണ്ടാകില്ല. അതിനപ്പുറത്ത് ഇതിലൂടെ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ആദരം തുറന്ന് ദൈവത്തിന് സ്തോത്രം പറയാൻ കഴിയും. എത്ര പേർക്ക് ഞാൻ ഈ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. कई बार एकांत अवस्था में होकर जाना हमें गिराने के लिए, हमें नाश करने के लिए नहीं है, लेकिन वो एकांत अवस्था जो है हमें और अधिक बनाने के लिए, परमेश्वर की महिमा के लिए है। इसलिए कभी भी उस एकांतवास में हम निराश ना हो, लेकिन परमेश्वर पर भरोसा करें। परमेश्वर अवश्य समय पर हमें ऊंचा उठाएगा। ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചേ, ध्यान दीजिए, ഈ ബർന്നബാസിനെ ദൈവം അവിടെ ഉപയോഗിച്ചു. वहां पर बरनबास ने, परमेश्वर ने उसे इस्तेमाल किया, ബർന്നബാസ് അദ്ദേഹത്തെ അപ്പോസ്തലന്മാരുടെ അടുക്കൽ കൊണ്ടുപോയെന്ന और बरनबास ने शाऊल को प्रेरितों के पास ले गया। ഗലാത്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ പത്രോസിനോടും യേശുവിന്റെ സഹോദരനായ യാക്കോബിനോടും ഒരുമിച്ച് 15 ദിവസം ചിലവഴിച്ചതായി പൗലോസ് പറയുന്നു. गलतियों की पत्री में जब हम पढ़ते हैं तो वहां पर हम देखते हैं कि पतरस जो है वो प्रभु यीशु के भाई याकूब के साथ इनका मेल मिलाप करा के 15 दिन वे साथ में रहते അപ്പൊ हैं। നമ്മൾ വായിച്ച മേലഭാഗത്തിന്റെ പശ്ചാത്തലത്തിലേക്ക് വരിക. और जो भाग हमने शुरू में पढ़ा था उस पृष्ठभूमि में യെരുശലേമിൽ പ്രതീക്ഷിച്ച ഒരു സ്വീകാര്യത കിട്ടിയില്ല. യെരുശലേമിൽ പ്രതീക്ഷിച്ച ഒരു സ്വീകാര്യത കിട്ടിയില്ല. और यरूशलेम में जो स्वीकार मिलना था उस प्रकार का कोई भी स्वीकार उसे नहीं मिला। ദൈവാത്മാവ് എന്നോട് പറഞ്ഞൊരു ദൂതി ഞാൻ പറയാം. परमेश्वर ने जो आत्मा एक बात मुझे कही वो मैं आपसे അതിനെ कहना चाहता हूं। ആരിങ്ങനെ കൂട്ടത്തിൽ കൂട്ടാഞ്ഞേ? क्यों लोगों ने उसे अपने साथ रखना नहीं चाहा? ഇതിന് വേദി കൊടുത്താൽ ഇനി ഒരിക്കലും ഞങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ സാധ്യതയില്ല. कि अब तो हमारे जीवन में से मौका नहीं मिलेगा कि इसको कभी भी हम अपने कब्जे में ആ कर लें। അസൂയ കൊണ്ടും കുശുമ്പ് കൊണ്ടും ആണോ?
और क्या वो उनके अंदर उस प्रकार की एक भावना थी? അല്ല, വേദപുസ്തകം പറയുന്നത് അവനൊരു ശിക്ഷനെന്ന് പറയുന്നത് അവൻ ഈ പറയുന്നതൊക്കെ സത്യമാണോ എന്ന് അവർക്കൊരു തോന്നലുണ്ടായി അവനെ ഭയപ്പെട്ടെന്ന. और वहां पर वचन में इस प्रकार लिखा है कि क्या ये जो बातें इसके बारे शाऊल के बारे में कही गई है क्या वो सत्य है? उस बातों को सुनकर उनके अंदर एक भय എന്ന് था। പറഞ്ഞ ദൈവാത്മാവ് എന്നോട് പറയുന്ന ദൂത് ഞാൻ പറയാം. और जो परमेश्वर की आत्मा ने मुझसे कहा वो मैं आप तक कहना चाहता ഇവനെ हूं। പോലൊക്കെ ഉള്ളവർ രൂപാന്തരപ്പെടുക എന്ന് പറയുന്നത് നടക്കുന്ന വല്ല കാര്യമാണോ? उनके मन में ये बात थी कि क्या इस प्रकार के कठोर व्यक्ति को भी എഴുതി परमेश्वर की വെച്ചോളാനാ आत्मा बदल सकता है? ये എഴുതി- बात उनके मन में थी। എഴുതി വെച്ചോളാനാ ദൈവാത്മാവ് പറയുന്നത്. परमेश्वर की आत्मा कह रही कि आप लिख कर रख लीजिए। ദൈവമേ, ഇങ്ങനെയും അങ്ങ് മനുഷ്യരെ മാറ്റി മറിക്കുമോ എന്ന അത്ഭുതത്തോടെ ചോദിക്കത്തക്ക നിലയിൽ ചില ദൈവപ്രവർത്തികൾ നമ്മുടെ നടുവിൽ ചെയ്യാൻ ദൈവത്തിന് ഹിതമുണ്ടെന്ന് ആവർത്തിച്ച് ദൈവാത്മാവ് ആലോചന പറയുന്നു. എത്ര പേർക്ക് വിശ്വാസത്താൽ ഞാൻ പറയുന്നതിനോട് ആമേൻ പറഞ്ഞ് പ്രതികരിക്കാൻ കഴിയും? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. शाऊल के समान कठोर व्यक्ति को भी क्या परमेश्वर की आत्मा बदल सकती है? उस प्रकार के आश्चर्यजनक विचार वाले लोगों के लिए प्रभु की आत्मा कह रहा है कि इन दिनों में आपके आंखों के सामने भी कई इस प्रकार के लोगों को परमेश्वर बदलने जा रहा है। हालेलुया। അങ്ങനെ പ്രതീക്ഷിച്ചൊരു സ്വീകാര്യതയൊന്നും കിട്ടാതെ വന്നപ്പോ जिस बात की जो सम्मान की उसने अपेक्षा की थी वो सम्मान जब उसको नहीं मिला, അദ്ദേഹം യെരൂശലേം ദൈവാലയത്തിൽ ഇരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. यरूशलेम के उस आराधनालय में बैठकर वो प्रार्थना कर रहा है ആ പ്രാർത്ഥനയിൽ ആത്മാവിവശതയിലായി. और उस प्रार्थना में वो आत्मा में आ गया। ദർശനത്തിൽ കർത്താവ് പൗലോസിനോട് പറയുക, और दर्शन में परमेश्वर जो है पौलुस से कह रहा है പൗലോസേ, നീ യെരൂശലേം വിട്ടു വേഗത്തിൽ പൊയ്ക്കൊള്ളുക. और परमेश्वर की आत्मा कह रहे तू यरूशलेम को छोड़कर जल्दी यहाँ से निकल जा। എല്ലാവരും ഒരു നല്ല സ്വത്വം എന്ന് പറഞ്ഞേ. हालेलुया। പൗലോസേ, നീ യെരൂശലേം വിട്ടു വേഗം പൊക്കോ. और पौलुस तू जल्दी से यरूशलेम से निकल कर चला जा। നിന്റെ സാക്ഷിയൊന്നും ഇവര് വിശ്വസിക്കുകയല്ല. तेरी गवाही जो है यहाँ के लोग वो विश्वास नहीं करेंगे। അതിനാ ദൈവമനുഷ്യൻ ദൈവത്തോട് പറയുന്ന മറുപടിയാ നമ്മൾ വായിച്ചതിലുള്ളത്. और जो हमने भाग पढ़ा वो उस प्रार्थना का जवाब उस परमेश्वर के उस प्रश्न का जवाब के रूप में कहा है। ദൈവമേ, അങ്ങനെ പറയല്ലേ. परमेश्वर तू ऐसा मत कर। എല്ലാരും എന്നോട് പറഞ്ഞേ പ്ലീസ്. सब लोग मेरे साथ चले। ദൈവം പറയാ, എന്റെ ഗീതം ഞാൻ നിന്നോട് പറയാ, നീ പോക്കൂ. और परमेश्वर कहता है मैं अपनी इच्छा तुझसे कह रहा हूँ कि तू यरूशलेम को छोड़ के चला जा, കാരണം നിന്റെ സാക്ഷ്യം ഇവിടെ എഫക്റ്റ് ആകുകയില്ല. क्योंकि तेरी गवाही जो है यहाँ पर कोई भी प्रभाव नहीं डालेगी। പൗലോസ് തിരിച്ചു ദൈവത്തോട് പറയാ, और पौलुस जो है वापस प्रत्युत्तर में परमेश्वर से कहता है ദൈവമേ, അങ്ങേക്കാ തെറ്റു പറ്റിയേ. कि परमेश्वर तुझसे थोड़ी गलती हुई। എന്റെ സാക്ഷ്യം എവിടെങ്കിലും എഫക്റ്റ് ആകുമെങ്കിൽ അതിവിടെ ആവും. यदि मेरी गवाही कहीं पर भी यदि प्रभावशाली होना है तो वो यरूशलेम है, കാരണം ഞാൻ ആരാന്ന് ഇവിടുത്തുകാർക്ക് അറിയാമല്ലോ. क्योंकि मैं कौन था यहाँ के लोग अच्छी तरीके से जानते हैं। സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലാൻ നേരം ഞാനല്ലേ അനുവാദം കൊടുത്തേ? स्तेफानोस को जब पत्थरवाह किया गया तब मैंने उसको अनुमति दिया था। ഞാനല്ലേ വസ്ത്രം കാത്തോണ്ട് നിന്നെ? मैंने उसके कपड़ों की देखरेख की थी। സ്ത്രീകളെയും പുരുഷന്മാരെയും കുഞ്ഞുങ്ങളെയും സഹിതം അതിക്രൂരമായി ഞാൻ പീഡിപ്പിച്ചത് ഇവിടുത്തെ നാട്ടുകാർക്ക് അറിയാമല്ലോ. यहाँ के लोगों को अच्छी तरीके से मालूम है कि यहाँ की स्त्रियों को, पुरुषों को, बच्चों को बड़ी क्रूर रीति से मैंने सताया था। എന്റെ മതത്തോടുള്ള എന്റെ തീവ്രമായ ആത്മാർത്ഥതയും और मेरे मत के साथ जो मेरी तीव्र जो जोश था उसके द्वारा ക്രിസ്തീയ മാർഗത്തോടുള്ള എന്റെ വെറുപ്പും എന്താണെന്ന് ഇവിടുത്തുകാർക്ക് അറിയാം. यहाँ के लोगों को अच्छी तरीके से मालूम है कि किस प्रकार प्रथम पंथ के विरोध में मैं कार्य करता था। ദൈവമേ, ഞാൻ ഇവിടെ നിന്ന് മഹാപുരോഹിതന്മാരുടെ അധികാരപത്രവുമായി ഡെമസ്കോസിലേക്ക് പോയതും അവിടെയുള്ള ദൈവമക്കളെ പിടിച്ചു കെട്ടിക്കൊണ്ട് വരാനാണെന്ന് ഇവിടുത്തുകാർക്ക് അറിയാം. यहाँ के लोगों को अच्छी तरीके से मालूम है कि महायाजकों की तरफ से अधिकार के पत्र को लेकर दमिश्क में जाकर वहां के लोगों को पकड़कर वापस लाना मेरा कार्य था। അപ്പൊ ഞാൻ തകർക്കാനും മുടിക്കാനും നടന്ന മാർഗത്തെ और मैं उस मार्ग को जो सत्यानाश करने का और विनाश करने का मार्ग ഇന്ന് था, പണിയാൻ നടക്കുമ്പോൾ ആ മാർഗത്തെ കുറിച്ച് ഞാൻ പ്രസംഗിക്കുമ്പോൾ और तब उस मार्ग से फिरकर एक अच्छे मार्ग को बनाने के लिए यदि उस मार्ग का यदि मैं संदेश दूं സ്വാഭാവികമായും ഇവിടെയുള്ളവർ ചിന്തിക്കുകയല്ലേ, तो स्वाभाविक रूप से यहाँ के लोग सोचेंगे ഇവൻ ഇങ്ങനെയാകണമെങ്കിൽ ഇതിന്റെ അകത്ത് എന്തോ കാര്യം ഉണ്ടെന്ന്. कि यदि ये व्यक्ति इतना बदल सकता है तो जिस मत को इसने पकड़ा है उस मत में कुछ विशेष बात है। കാരണം എന്റെ മതത്തിൽ എനിക്ക് സ്വാധീനമില്ലാത്തത് കൊണ്ടല്ലല്ലോ പുതിയൊരു മാർഗത്തിലേക്ക് ഞാൻ പോയേ.
क्योंकि जिस मत में मैं पहले विश्वास करता था उसमें मेरे के लिए पूरा प्रभाव था, पूरी मेरी स्वतंत्रता थी। അന്നത്തെ കാലത്ത് അദ്ദേഹത്തിന്റെ സമപ്രായക്കാരായ പലർക്കും ചിന്തിക്കാൻ കഴിയാത്ത നിലയിൽ और उस समय में उसके हम उम्र के लोगों के लिए जो बातें सोच नहीं सकता था उससे भी बढ़कर സ്വാധീനവും പദവിയുമുള്ളയാളായിരുന്നു ശൗൽ. शाऊल जो है सारी प्रकार की स्वाधीनता और उपलब्धियां उसके पास थी। യഹൂദ മതകോടതിയായ സന്നിധ്യം സംഘത്തിലെ അംഗമായിരുന്നു. और यहूदा के जो सनहेद्री थी उसका एक सदस्य था। രണ്ടാമത് യഹൂദ മഹാപുരോഹിതന്മാരുമായി ഇഴയടുപ്പം ഉണ്ടായിരുന്നയാളാ. और वो जो था उसका एक अच्छी उठबैठ थी वहां के याजकों के साथ। നമ്മുടെ നാട്ടിലൊക്കെ ഒരു അച്ഛൻ വീട്ടിലുണ്ടെന്നും ഒരു കന്യാസ്ത്രീ വീട്ടിലുണ്ടെന്നൊക്കെ പറഞ്ഞാൽ അതൊരു ആനയുള്ളത് പോലെ. और यदि केरल की भाषा में यदि बोला जाए तो यदि किसी परिवार में यदि कोई चर्च का कोई अच्चन या कोई पादरी या कोई सेविका यदि घर में पाई जाती है तो घर में बहुत बड़ा हाथी है, उस प्रकार की बातें हैं। പണ്ടൊരു മോനെ കാർ ഇടിച്ചു. കാർ एक बेटे को एक कार लॉटरी में मिला। കാർ ഇടിച്ച് മോന്റെ सॉरी कार ने एक्सीडेंट हुआ കാർ ഇടിച്ച് മോന്റെ കാൽ ഒടിഞ്ഞു. और कार के उस दुर्घटना के कारण उसका पैर टूट गया। ഉടനെ അപ്പം പറയുക മോന്റെ കാൽ ഒടിഞ്ഞാലും സാരമില്ല, और तो बाप कहता है कि बेटे का पैर टूट गया कोई बात नहीं। തിരുമേനിയുടെ കാറാ ഇടിച്ചതെന്ന്. और वो जो मारा जो है वो तिरमेनी जो सबसे बड़ा बिशप है उसकी कार ने അപ്പൊ मारा। തിരുമേനിയുടെയാണ് മോന്റെ കാൽ ഒടിഞ്ഞാലും കാറിനൊരു കുഴപ്പമില്ലെന്നാണ് അപ്പന്റെ വെപ്പ്. तो उसके पिता का अभिप्राय ये है कि यदि तिरमेनी के कार से भी यदि बेटे का पैर टूटा तो कोई बात नहीं, तिरमेनी की कार। അപ്പൊ അത്രയൊക്കെ പാരമ്പര്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരുണ്ട്. इतने ज्यादा हम रीति रिवाजों के ऊपर जो है परंपरा के ऊपर हम ज्यादा मान सम्मान देते हैं। അപ്പൊ ഇദ്ദേഹത്തെ ഒന്ന് നോക്കിക്കേ, മഹാപുരോഹിതന്മാരുമായി നല്ല ബന്ധമുള്ള ആളാ. तो यहाँ पर हम शाऊल के जीवन को देखे, उसका महापुरोहित महायाजकों के साथ एक गहरा संबंध था। ഈ ബിസിനസ് എല്ലാം കൂടെ തകർന്ന് സാമ്പത്തിക പരാധീനത ഉള്ളതുകൊണ്ട് പുതിയ താവളത്തിലേക്ക് പോയതുമല്ല. और सारे जो बिजनेस टूट जाने के कारण दूसरे नौकरी में गए वो भी काम नहीं। എല്ലാരും എൻ്റെ കൂടെ വരുന്നുണ്ടോ? सब लोग मेरे साथ കാരണം हैं कि ഇഷ്ടം പോലെ ഇട്ടുമൂടാൻ പണമുള്ള ആളാ ഇദ്ദേഹം. नहीं? क्योंकि ये जो समय जो है ये बहुत आयत के साथ धनी होने का समय है। അടുത്തത് രോഗശാന്തിക്ക് വേണ്ടി പോയതുമല്ല. और ना ही ये एक बीमारी से चंगाई के लिए गया हो। അതെല്ലാം ദൈവം ചെയ്യത്തില്ല. ഞാൻ ഇദ്ദേഹത്തെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താൻ ഈ ഭാഗം ഒന്ന് പറഞ്ഞു വരുന്നതേ ഉള്ളൂ, ആ സെൻസിലേ എടുക്കാവുള്ളൂ. और उसी आशय के साथ ले मैं इस व्यक्ति को परिचय दिलाने के लिए मैं ये सारी बातें कह रहा हूँ। പൗലോസിന് രോഗം വന്നത് വിശ്വാസത്തിൽ വന്ന ശേഷം. और पौलुस को जो बीमारियां आई है वो सब विश्वास में आने के बाद आई है। എല്ലാവരും ഒരു നല്ല സ്വത്രം എന്ന് പറയുന്നേ. അതെ. അതൊന്നും എല്ലാം കൂടെ ഒന്ന് തെളിയിക്കാനായിട്ട് ഞാൻ പോകുന്നില്ല, അതിന് മെനക്കെടുന്നില്ല. आमेन। ये सारी बातें आपको मैं स्पष्ट नहीं कर रहा हूँ, सिर्फ ऊपरी ऊपरी बातें बता അപ്പൊ रहा हूँ। തമ്പുരാനെ ഏതെങ്കിലും ഒരു സ്വാർത്ഥ താല്പര്യത്തിനു വേണ്ടി അല്ലല്ലോ ഞാൻ ഈ മാർഗത്തിലേക്ക് പോയത്. और शाऊल ये बता रहा है कि मैं अपने स्वार्थ के लिए मैं इस मत में नहीं आया हूँ। അതല്ല ഈ നാട്ടുകാർക്ക് അറിയാമല്ലോ. ये सारी बातें इस यहाँ के रहने वाले लोगों को मालूम है। അപ്പോൾ ബുദ്ധിയും യുക്തിയുള്ള അവര് ചിന്തിക്കുകയല്ലേ, तो जिनके पास बुद्धि है वे इस बात को जरूर ध्यान से सोचेंगे। ഇത്ര തീവ്ര നിലപാടുണ്ടായിരുന്ന ഇവൻ ഇങ്ങനെ ആകണമെങ്കിൽ और यदि इतना तीव्र व्यक्ति जो है यदि उसको अपने मत को छोड़ के ദമസ്കോസിലേക്ക് പോയത് നമ്മൾ കണ്ടതല്ലേ. और नए मत में आना है तो दमिश्क में किस प्रकार गया, किस जोश से गया हमने देखा है। അപ്പൊ അവിടെ കർത്താവിന്റെ ശബ്ദം കേട്ടെന്ന് പറയുന്നതും കുതിരപ്പുറത്തുനിന്ന് താഴെ വീണെന്ന് പറയുന്നതും കാഴ്ച പോയെന്ന് പറയുന്നതും അനന്യാസ് പ്രാർത്ഥിച്ചെന്ന് പറയുന്നതും കാഴ്ച തിരിച്ചു കിട്ടിയെന്നൊക്കെ പറയുന്നത് സത്യമാ. तो इसका मतलब कि दमिश्क की तरफ गया जाते समय घोड़े से नीचे करना, परमेश्वर मसीह से मुलाकात होना, अंधा होना और उसके पश्चात ये सारी बातें जो है ये सही है लगता എന്ന് ഇവര് ചിന്തിച്ച് ऐसा सोचकर തന്റെ സാക്ഷ്യത്തിന്റെ സ്വാധീനം കൊണ്ട് और वह अपनी गवाही के उस प्रभाव के कारण യെരുശലേമിനെ മുഴുവൻ പിടിച്ചെടുക്കാവുന്ന പൗലോസ് ചിന്തിച്ചേ. पौलुस ने सोचा कि ये सारी बातें मैं गवाही के रूप में बोलूंगा तो यरूशलेम से बहुत बड़ी भीड़ जो है वो प्रभु पर विश्वास करेगी। പൗലോസിന്റെ അജണ്ടയിലുള്ള മിനിസ്ട്രി യെരുശലേമാ. और पौलुस की सेवकाई का जो क्षेत्र था वो यरूशलेम था। പക്ഷെ കർത്താവ് പറയാ, लेकिन परमेश्वर उससे कहता നിന്റെ है സാക്ഷ്യം മോശമായതുകൊണ്ടല്ല, तेरी गवाही गलत है इसलिए നീ नहीं, പറയുന്നത് ഇവര് വിശ്വസിക്കുകയില്ല.
तेरे तू जो कहेगा वो विश्वास नहीं എന്താ करेंगे। കാരണം എന്നറിയാവോ? उसका कारण क्या है? നിന്നെ കുറിച്ചുള്ള എന്റെ പദ്ധതി ഇവിടെ അല്ല. तेरे प्रति मेरी जो इच्छा है वो यरूशलेम में नहीं है, നിന്നെ കുറിച്ചുള്ള എന്റെ പദ്ധതി ദൂരത്ത് ജാതികളുടെ അടുക്കല. और तेरे प्रति मेरी जो इच्छा है वो अन्य जातियों के बीच में दूर देश में है। നിന്റെ സാക്ഷ്യത്തിന്റെ കേമത്തിന്റെ അടിസ്ഥാനത്തിലല്ല നിന്റെ ജയപരാജയം തീരുമാനിക്കുന്നത് എന്റെ ഹിതത്തിന്റെ അകത്താണോ എന്നുള്ളതിന്റെ വെളിച്ചത്തില. और तेरी सेवकाई जो है तेरी गवाही की श्रेष्ठता के कारण नहीं, लेकिन मेरी इच्छा के अनुसार जहां पर मैं चाहता हूं वहां पर जाकर अन्य जातियों के बीच में सेवकाई करना है। സ്തോത്രം ചെയ്ത് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുകയാ, और धन्यवाद करे मैं आत्मा में होकर कहना चाहता हूं, ദൈവഹിതത്തിന് പുറത്ത് മാനുഷികമായി എത്ര സക്സസ് ആകുമെന്ന് ചിന്തിച്ചാലും നാം വിജയിക്കില്ല. परमेश्वर की इच्छा के बाहर हटकर हम कितना भी कार्य क्यों ना करें कभी हम सफल नहीं होंगे। എന്നാൽ ദൈവഹിതത്തിനകത്ത് നീ തകരുമെന്ന് ഏതെല്ലാം ശക്തികൾ വെല്ലുവിളിച്ചാലും ദൈവഹിതത്തിനകത്ത് നിന്നെ അത്ഭുതമാക്കി മാറ്റാൻ ഇന്ന് പകൽ ഉയരത്തിൽ ഒരു ദൈവമുണ്ടെന്ന് ആത്മാവാലോചന കൈമാറുമ്പോൾ ആദരം തുറന്നു ദൈവത്തിന് സ്തോത്രം പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ചിലരോട് ശക്തമായി ഇടപെടുകയാണ്. परमेश्वर की इच्छा के अंतर्गत होते हुए अपने कार्य को करने में कितनी भी समस्याओं का सामना करना क्यों ना पड़े, परमेश्वर उन तमाम परेशानियों के बीच में आपको सफल करेगा, क्योंकि हमारा परमेश्वर जो है वो स्वर्ग पर राज। കരങ്ങൾ ഉയർത്തി ഒരു നല്ല ആമേൻ എന്ന് പറയാമോ? हाथों को उठाकर परमेश्वर का धन्यवाद करें। ഞാൻ ഓടിച്ചു പറഞ്ഞ ആ വിഷയം അവസാനിപ്പിക്കാം. जल्दी से मैं आगे बढ़कर इस विषय को കർത്താവ് പറഞ്ഞു, നീ समाप्त करता हूं। പൊക്കോ, प्रभु ने कहा तू चला ഞാൻ നിന്നെ जा, ദൂരത്ത് ജാതികളുടെ അടുക്കൽ അയക്കാൻ പോവുക. अन्य जातियों के बीच में दूर मैं तुझे भेजता हूँ। ദൈവത്തിന്റെ സമ്പൂർണ്ണ ഹിതം परमेश्वर की पूर्ण इच्छा പൗലോസിന്റെ മുമ്പിൽ വെളിപ്പെട്ട് കിട്ടുകയാണ്. पौलुस के सम्मुख जो है वो प्रकट होती गई। യവനായരായ യഹൂദന്മാർ അദ്ദേഹത്തെ കൊല്ലാൻ പദ്ധതി യെരൂശലേമിൽ തയ്യാറാക്കി. और यरूशलेम में अनेक यहूदियों ने षड्यंत्र रचा कि पौलुस को मार डाले, സഹോദരന്മാർ അദ്ദേഹത്തെ കൈസറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി തർസോസിലേക്ക് പറഞ്ഞയച്ചു. और वहां के लोगों ने जो है शाऊल को जो है वो तरसुस की तरफ भेज दिया, ഒരു 9 കൊല്ലം അദ്ദേഹം ആ നാടുകളിൽ കർത്താവിനെ കുറിച്ച് പ്രസംഗിച്ചു. और लगभग 50 साल जो है वो उस तमाम इलाकों में प्रभु की सेवकाई किया। അങ്ങനെ ഇരിക്കെ അന്ത്യോക്യയിലെ സഭയിൽ ഒരു ഉണർവുണ്ടാകുന്നു. और उस प्रकार अंत्योक्या के भाग में हम देखते हैं कि एक बेदारी होती है, യെരൂശലേമിലെ സഭ ബർന്നബാസിനെ അന്ത്യോക്യയിലേക്ക് അയക്കുന്നു. और यरूशलेम की सभा बरनबास को अंत्योक्या में भेजते हैं, ബർന്നബാസ് അന്ത്യോക്യയിലെത്തി ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. और बरनबास जो अंताकिया में जाकर वहां पर परमेश्वर के उस फजल को देखकर അദ്ദേഹം അവിടെ ആത്മിക കൂട്ടായ്മയിൽ കൂടി വരുമ്പോൾ और वहां से जब शाऊल को लेकर वो वापस लेकर आता है, അകത്തൊരു നിയോഗം. और वहां पर परमेश्वर की तरफ से 9 വർഷങ്ങൾക്ക് പിറകിൽ 9 साल के पश्चात, താൻ അപ്പോസ്തോലന്മാരുടെ അടുക്കൽ പരിചയപ്പെടുത്തിയ ശൗലുണ്ടല്ലോ, और 9 साल के पश्चात शाऊल को जब प्रेरितों के साथ मुलाकात करता है, അദ്ദേഹം കൂടി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ സഭയ്ക്ക് ഒരു അനുഗ്രഹമായേനെ. वो लोग कहते हैं कि यदि ये यहाँ पर पहले से होता तो हमारी कलीसिया के लिए ये एक लाभकारी होता। ദൈവത്തിന്റെ സമയമായപ്പോഴുണ്ടല്ലോ जब परमेश्वर का समय हुआ तो ആ ശൗലിനെ പൊക്കണ്ട സ്ഥലത്തു നിന്ന് ദൈവം എടുത്ത് എത്തിക്കേണ്ടടുത്ത് ദൈവം എത്തിച്ചു. परमेश्वर ने अपने समय पर शाऊल को वहां से उठाकर जिस हद तक परमेश्वर ले जाना चाहता था वहां पर परमेश्वर ദൈവാത്മാവിനോട് പ്രവചനമായി പറയുന്നു, അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്താൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴ് താണിരുന്നു. നീ അറിയാത്ത മുഖാന്തരങ്ങളിലൂടെ നിന്നെ കുറിച്ചുള്ള ദൈവിക പദ്ധതിയിലേക്ക് നിന്റെ ഗതി തിരിച്ചുവിടാൻ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് ആത്മാവാലോചന കൈമാറുമ്പോൾ ആദരം തുറന്ന് വിശ്വാസത്താൽ സ്തോത്രം പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. परमेश्वर की आत्मा मुझसे कह रही है कि परमेश्वर के बलवंत हाथों के नीचे यदि दीनता के साथ बने रहेंगे तो परमेश्वर अपने नियुक्त समय पर आपको ऊंचा उठाएगा। हालेलुया, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇങ്ങനെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ये कहकर मैं समाप्त करना അന്ത്യോക്യയിൽ चाहता വെച്ച് ദൈവശബ്ദം മുഴങ്ങുകയാണ്. हूं। और अंताकिया में जो है परमेश्वर का शब्द बड़ी तेजी से തന്റെ फैलने लगा। മാനസാന്തരത്തിന് 12 വർഷങ്ങൾക്ക് ശേഷം उसके मन फिराने के 12 वर्ष के पश्चात ഞാൻ ബർന്നബാസിനെയും
പൗലോസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി അവരെ വേർതിരിപ്പി. बरनबास और शाऊल को जो है मेरे लिए अलग करो करके हम पढ़ते हैं. അഭിഷക്തന്മാരെ ദൈവാത്മാവ് പറയുക, और अभिषिक्त लोगों परमेश्वर की आत्मा इस प्रकार कह रही है, ഇതുവരെ നിങ്ങൾ ചെയ്തതല്ല നിങ്ങളെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കാനിരിക്കുന്നത്. अभी तक आपने जो कार्य किया है वो कार्य नहीं, परमेश्वर इससे कहीं बढ़कर आपसे कार्य कराना चाहता നിങ്ങളെ है. കുറിച്ചുള്ള ദൈവിക മിനിസ്ട്രിയുടെ ആ പദ്ധതിയിലേക്ക് ഇതുവരെ നടന്നെടുക്കപ്പെട്ടിട്ടില്ല. നിങ്ങൾ ചിന്തിക്കാത്തതും ഇതുവരെ ചെയ്യിപ്പിച്ചിട്ടില്ലാത്തതുമായ ആത്മീക ശുശ്രൂഷയുടെ മറ്റൊരു വഴിത്തിരിവിലേക്ക് നിങ്ങളെ തിരിച്ചുവിടാൻ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് ഇന്ന് പകൽ KJ തോമസ് അല്ല, പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ നിങ്ങളോട് ആലോചന വിളിച്ചു പറയുന്നു. എന്നെ കുറിച്ചുള്ള ദൈവിക പദ്ധതിയിലേക്ക് എന്നെ തിരിച്ചുവിടണമെന്ന് ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന എത്ര പേർ ഇവിടെ വന്നിട്ടുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. जो कार्य आपने अभी तक किया है उस कार्य में आप संतुष्ट ना रहिए, क्योंकि परमेश्वर उससे कहीं बढ़कर आपको आगे ले जाना चाहता है. परमेश्वर की सेवकाई के लिए ये बातें जो है पास्टर KJ थॉमस का नहीं, लेकिन परमेश्वर की आत्मा आपसे कह रही है. ഹല്ലേലൂയ. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഒരിക്കൽ കൂടി ദൈവത്തിന് സ്തോത്രം एक ചെയ്യുക. व्यक्ति जो है प्रभु की महिमा स्तुति करे, അവിടെ നിന്ന് മിഷണറി യാത്ര ആരംഭിക്കുകയാണ്. और वहां से हम देखते हैं उनकी मिशनरी यात्रा प्रारंभ. എത്രയോ ഗ്രാമങ്ങൾ, कितने गांव, എത്രയോ പട്ടണങ്ങൾ, कितने शहर भ्रमण, എത്രയോ രാജ്യങ്ങൾ. कितने राज्यों को दौरा അല്ല, किया. കൈസരുടെ അരമനയിൽ പോലും യേശു കർത്താവ് ഏറ്റുപറയുന്ന ധാരാളം പേരെ നേടത്തക്ക നിലയിൽ ദൈവം പൗലോസിനെ ഉപയോഗിച്ചു. और इन तमाम इलाकों में भ्रमण करते हुए केसर के राजा के सम्मुख भी जाकर अनेक लोगों को परमेश्वर के राज्य में लेकर आने के लिए परमेश्वर ने शाऊल की सहायता की. നമുക്ക് പൗലോസിന്റെ അടുക്ക ഭാവനയിൽ ഒന്ന് ചെല്ലാം. अब हम भावना में होकर पौलुस के पास चले, നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം, उससे एक सवाल करें. അങ്ങയുടെ ഹിതം എന്തായിരുന്നു? आप पौलुस, आपकी इच्छा क्या थी? അങ്ങയുടെ ആഗ്രഹം എന്തായിരുന്നു? आपकी इच्छा क्या थी? യെരൂശലേം എന്ന സ്ഥലമായിരുന്നു. पौलुस की इच्छा सिर्फ यरूशलेम तक ही रहना ആ था. സ്വപ്നത്തെ ദൈവം വിലക്കിയപ്പോ എന്തോ തോന്നി? और जब उस स्वप्न को परमेश्वर ने बदल डाला तब पौलुस को कैसा लगा? നമ്മുടെ സ്വപ്നങ്ങളൊക്കെ ദൈവം ചിലപ്പം വിലക്കുമ്പോ നമുക്കപ്പോ മുഷിപ്പൊക്കെ തോന്നും. कई बार जब परमेश्वर हमारे स्वप्नों को बदल देता है तो बड़ी झुंझलाहट हमें होती है. ഞാനൊരു കാര്യം പറയാം. मैं एक बात बताना चाहता हूं, നമ്മുടെ ആഗ്രഹം ദൈവത്തെ കൊണ്ട് സാധിപ്പിക്കാൻ ബലപ്രയോഗം നടത്തണ്ട. कभी भी परमेश्वर को हम जबरदस्ती अपनी इच्छा की पूर्ति, अपने स्वप्न दर्शन की पूर्ति के बाद എന്താണെങ്കിലും नहीं करें. ദൈവഹിതം എന്നിലൂടെ നടക്കാൻ എന്റെ കൊച്ചു ജീവിതത്തെ ഞാൻ ദൈവത്തിന്റെ കരത്തിൽ വലിച്ചെറിഞ്ഞു തരുമെന്ന് ഇന്ന് പകൽ സമർപ്പണത്തോടെ പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. आज सुबह परमेश्वर के सामने हम इस बात का निर्णय ले, मेरा ये जो छोटा जीवन है उस जीवन को मैं परमेश्वर की तरफ समर्पित करना चाहता हूं. जैसा परमेश्वर चाहता है वैसा परमेश्वर मेरे जीवन के द्वारा मेरे कार्य को आगे बढ़ाए. പൗലോസ് പറയാൻ സാധ്യതയുണ്ട്, पौलुस को कहने के लिए बात അന്ന് है. എന്റെ ആഗ്രഹത്തെ ദൈവം വിലക്കിയപ്പോൾ परमेश्वर ने मेरी इच्छा को उस समय जब उसको मना किया, എനിക്ക് അല്പം സങ്കടം തോന്നി, मुझे थोड़ा दुख लगा പരിഭവം ഉണ്ടായി. और काफी मुझे എന്നാൽ ഇന്ന് പിറകോട്ടിറങ്ങി തിരിഞ്ഞു ചിന്തിക്കുമ്പോ लेकिन आज जब मैं पीछे मुड़ के देखता हूँ, ഞാനല്ലായിരുന്നു ശരി, मैं गलत था उस समय. ദൈവമാണ് ശരി. परमेश्वर सही था, എന്റെ പദ്ധതി അല്ല ശരി, मेरी योजना सही नहीं थी. ദൈവത്തിന്റെ പദ്ധതിയാണ് ശരി. परमेश्वर की योजना पद्धति सही थी. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, आज सुबह मैं आत्मा में होकर कह रहा हूँ, ചിലപ്പോഴൊക്കെ നമുക്ക് മണ്ടത്തരം പറ്റിയെന്ന് തോന്നാം, कई बार हमारे जीवनों से गलतियां हो सकती है. ദൈവത്തിന് തെറ്റ് പറ്റിയെന്ന് നമുക്ക് തോന്നാം. हो सकता है कि हम ऐसा सोचे कि परमेश्वर से गलती हो പക്ഷെ गई, എഴുതി വെച്ചോ, लेकिन लिख के रख लीजिए. ചരിത്രം തെളിയിക്കും, और ये चरित्र जो है इस बात का നിത്യത गवाह തെളിയിക്കും, और अनंतता का ദൈവമായിരുന്നു ശരി, कि परमेश्वर ही सही था, ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു ശരി. परमेश्वर की योजना सही എത്ര थी. പേർക്ക് വിശ്വാസത്താൽ ആമേൻ പറയാൻ മനസ്സുണ്ട്? कितने लोग परमेश्वर के लिए അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. परमेश्वर की स्तुति करे. എന്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. मैं यहीं पर अपने शब्द को विराम देना चाहता എപ്പഫ്രാസിന്റെ പ്രാർത്ഥന, हूं. एपफ्रास की प्रार्थना, ദൈവമേ, हे परमेश्वर, അവർ ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായി മാറണം. वे परमेश्वर की इच्छा में स्थिर रहने के लिए पूर्ण
विश्वास के साथ स्थिरता में रहे। അങ്ങയുടെ ഹിതത്തിൽ മാത്രമേ അവർ സക്സസ് ആകുകയുള്ളൂ. ओ तेरी इच्छा में ही वे सफल हो सकते हैं। ഇന്ന് മകൻ എത്ര പേര് സ്തോത്രം ചെയ്ത് ദൈവത്തോട് പറയും, आज सुबह कितने लोग धन्यवाद के साथ ദൈവമേ ഒരു കൊച്ചു ജീവിതമേ എനിക്ക് ഈ ഭൂമിയിലുള്ളൂ, प्रभु इस संसार में छोटा सा जीवन मेरे पास, അതെങ്ങനെയെങ്കിലും ജീവിച്ചെനിക്ക് തീർക്കണ്ട, वो कैसे भी मैं जीवित रहते हुए उसको खत्म करना मैं नहीं എനിക്ക് चाहता। ദൈവഹിതം ചെയ്യണം, मेरे जीवन के द्वारा परमेश्वर की എനിക്ക് इच्छा ദൈവ ഇഷ്ടം ചെയ്തു തീർക്കണം, और परमेश्वर की इच्छा मेरे जीवन के द्वारा എന്നിലൂടെ ദൈവത്തിന് ചെയ്യാനുള്ളത് എന്നിലൂടെ ചെയ്യണേ. जो कुछ परमेश्वर तू मेरे जीवन से करना चाहता है, तू कर। എന്നിലൂടെ ദൈവത്തിന് നിവർത്തിച്ചെടുക്കാനുള്ളത് എന്നിലൂടെ നിവർത്തിച്ചെടുക്കണമേ. मेरे पूरी होने पाए। എല്ലാവരും കരമടിച്ച് ആധാരം തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ऑटो को खोलते हुए ദൈവാത്മാവനോട് പറയുന്നു, ഇതുവരെ ചെയ്തതല്ല, ഇതുവരെ ചെയ്യിപ്പിച്ചതുമല്ല, അതിനപ്പുറത്ത് അസാധാരണമായ താങ്കളെ കൊണ്ട് ഈ കൊച്ചു ജീവിതത്തിൽ എന്റെ ദൈവത്തിന് ചെയ്തു തീർക്കാനുള്ള ചില പദ്ധതികളുണ്ട്. അതിന്റെ തികവിലേക്കും നിറവിലേക്കും നിങ്ങളെ കൊണ്ടെത്തിക്കാൻ പരിശുദ്ധാത്മാവിന് പദ്ധതിയുണ്ടെന്ന് ദൈവാത്മാവ് ഇടപെടുകയോ. अभी तक जो भी कुछ मैंने किया है उससे बढ़कर आने वाले दिनों में परमेश्वर की इच्छा के अंतर्गत रहते हुए परमेश्वर जहां तक मेरे को ले जाना चाहता है, बड़े विश्वास योग्यता के साथ ले जाने में परमेश्वर मेरी सहायता मदद ഹല്ലേലൂയ. ഇന്ന് മകൻ ദൈവാത്മാവ് ചിലരോട് ശക്തമായി ഇടപെടുന്നു. आज सुबह परमेश्वर कई लोगों से बड़े स्पष्ट പരിശുദ്ധാത്മാവ് ചിലരോട് സംസാരിക്കുന്നു. पवित्र आत्मा कई लोगों से बात യേശുവിന്റെ നാമത്തിൽ ചിലരുടെ ഗതി തിരിച്ചുവിടാൻ പോകുന്നു. और प्रभु मसीह के ദൈവാത്മാവ് അസാധാരണമായ ചില ശുശ്രൂഷയുടെ കൈമാറ്റം ചിലരുടെ മേൽ കൈമാറാൻ പോകുന്നു. എത്ര പേർക്ക് വിശ്വാസത്താൽ സ്തോത്രം പറയാൻ കഴിയും? പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്നെ ഒരു അസാധാരണ ശുശ്രൂഷയ്ക്കായി ദൈവം പ്രയോജനപ്പെടുത്താൻ പോകുന്നു. കൃപാവരങ്ങളുടെ പകർച്ച കൈമാറാൻ പോകുന്നു. ആധാരം തുറന്ന വിശ്വാസത്താൽ സ്തോത്രം പറയാൻ മനസ്സുള്ളവരെ കരമടിച്ച് ഒരു 30 സെക്കൻഡ് കൂടെ കർത്താവിനെ ആരാധിക്കാം. എല്ലാ കരങ്ങളും അടിച്ച് എല്ലാ കരങ്ങളും തുറന്ന് परमेश्वर यहाँ पर कई लोगों को असाधारण सेवकाई के लिए तैयार करने जा रहा है, चुनने जा रहा है। परमेश्वर अपना अभिषेक देने जा रहा है, अनेक लोगों को नए नए वरदानों से भरने जा रहा है, ताकि अपनी इच्छा के अनुसार नहीं, परमेश्वर की इच्छा के अनुसार परमेश्वर जहां तक ले जाना चाहता है वहां तक आगे बढ़ने में अपने आप को पूर्ण रीति से समर्पित करें। हालेलुया। എല്ലാവരും ദൈവസ്ഥലം എഴുന്നേറ്റ് നിൽക്കാം. आइए हम सब परमेश्वर की उपस्थिति में खड़े हो जाएं। എല്ലാവരും ദൈവസ്ഥലം എഴുന്നേറ്റ്. हालेलुया। थैंक यू जीसस। എല്ലാവരും എന്നോട് ചേർന്ന് പറ, सब लोग मेरे साथ मिलकर कहें, ദൈവമേ എന്റെ ഹിതം ഒന്നും നടക്കരുതേ, परमेश्वर मेरी इच्छा कुछ भी होने ना पाए, എന്റെ സ്വപ്നങ്ങളൊന്നും സാക്ഷാത്കരിക്കപ്പെടരുതേ, मेरे स्वप्न जो है वो कोई भी साक्षात ना होने എന്റെ पाए, അജണ്ടകളൊന്നും നടപ്പാകരുതേ, मेरी कोई भी योजना ना सफल होने पाए, അങ്ങയുടെ പൂർണ്ണഹിതം മാത്രം, सिर्फ आपकी और आपकी इच्छा मेरे जीवन में അങ്ങയുടെ पूरी होने पाए, പൂർണ്ണ ഇഷ്ടം മാത്രം आपकी पूरी इच्छा मेरे जीवन में होने എന്റെ पाए। ജീവിതത്തിൽ നടക്കണമേ. मेरे जीवन को तू अपनी इच्छा से चला। മാനുഷികമായി ഞാൻ എത്ര വിജയിക്കുമെന്ന് मनुष्य रीति से मैं कितना भी विजयी क्यों ना हो, ദൈവഹിതത്തിന് പുറത്ത് ചിന്തിച്ചാലും लेकिन परमेश्वर की इच्छा के यदि बाहर हूँ അത് നടക്കില്ല കർത്താവേ. तो वो मेरे लिए पराजय है। എന്നാൽ പിശാചും മനുഷ്യനും മുഴുവൻ ലോകവും എനിക്കെതിരാണെങ്കിലും और यदि शैतान और लोग और पूरा संसार भी यदि मेरे विरोध है, ഞാൻ ദൈവഹിതത്തിനകത്താണെങ്കിൽ और यदि मैं परमेश्वर की इच्छा के अंतर पाया जाता हूँ, ഞാനൊരു വിജയമായി तो മാറും. मैं अवश्य जीवित എനിക്ക് विजयी होऊंगा। ദൈവഹിതത്തിനകത്ത് ജീവിച്ചാൽ മതി. मुझे परमेश्वर की इच्छा के अंतर्गत रहना എനിക്ക് है। ദൈവഹിതത്തിനകത്ത് ശുശ്രൂഷിച്ചാൽ മതി. परमेश्वर की इच्छा के अंदर ही सेवकाई करना എനിക്ക് है। ദൈവഹിതത്തിനകത്ത് ചലിച്ചാൽ മതി. मुझे परमेश्वर की इच्छा के अंदर ही चलना है। എത്ര പേർക്ക് സമർപ്പിക്കാൻ കഴിയും? कितने लोग अपने आप को समर्पित कर सकते हैं? അങ്ങനെയുള്ളവർ ആ കരങ്ങൾ മുകളിലേക്കൊന്ന് ഉയർത്തിപ്പിടിക്കുക. अपने हाथों को परमेश्वर की तरफ उठाए।
നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. आइए हम एक साथ मिलकर प्रार्थना करें. പരിശുദ്ധ പിതാവേ, पवित्र परमेश्वर, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. हम आपका धन्यवाद करते हैं. അടുത്ത സെക്കൻഡിൽ എന്താ നടക്കുന്നതെന്ന് അറിയാൻ കഴിയാത്ത हमें नहीं मालूम कि अगले क्षण में क्या कुछ होने वाला है. മനുഷ്യകൃമികളാ ഞങ്ങൾ. और हम जो है हम एक सिर्फ मानव मात्र हैं. എന്നാൽ ആദിയിൽ തന്നെ അവസാനവും लेकिन आदि और अंत को जानने वाला, പൂർവകാലത്ത് തന്നെ വരുവാനുള്ളതും അറിയാവുന്ന जो पूर्व काल और आने वाले समय को जानने वाला परमेश्वर, മഹാദൈവമേ, उस महापरमेश्वर, അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. आपके हाथों में अपने आप को हम समर्पित करते हैं. ഞങ്ങളുടെ ജീവിതത്തിൽ, हमारे जीवन में, ഞങ്ങളുടെ തലമുറകളുടെ കാര്യത്തിൽ, हमारे पीढ़ियों के हर एक ഞങ്ങളുടെ कार्यों में, കുടുംബത്തിന്റെ കാര്യത്തിൽ, हमारे परिवार के हर एक, ഞങ്ങളുടെ മിനിസ്ട്രിയുടെ കാര്യത്തിൽ, सेवकाई के हर एक बात, ഞങ്ങളുടെ സഭയുടെ കാര്യത്തിൽ कलीसिया के हर एक बातों को, അങ്ങയുടെ ഹിതം മാത്രമേ സംഭവിക്കാവൂ. तेरी और तेरी इच्छा पूरी होने पर, അങ്ങയുടെ പൂർണ്ണ ഹിതത്തിനായി, आपकी पूर्ण इच्छा में, അങ്ങയുടെ സമ്പൂർണ്ണ ഇഷ്ടത്തിനായി आपकी संपूर्ण इच्छा के अंतर्गत ഇതാ ഞങ്ങളെ സമർപ്പിക്കുന്നു. इधर मैं अपने आप को समर्पित करता हूं. ഞങ്ങളെ പണിയണമേ. हमें तू बना. ഞങ്ങളോട് സംസാരിച്ചതുകൊണ്ട് നന്ദി. प्रभु हमसे तूने बातचीत कैसे, യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. यीशु मसीह के नाम से ആമേൻ. ആമേൻ. കരം ഉയർത്തി രണ്ട് പ്രാവശ്യം ഹല്ലേലൂയ പറയാം. हाथ उठाकर हालेलुया बोले. ഹല്ലേലൂയ. हालेलुया. ആമേൻ. हालेलुया. God bless you.